ചോദിക്കുകയാണെങ്കിൽ എന്റെ അന്വേഷണം പറയണേ മോളെ. ശരി മമ്മ. ആ, മുട്ടിന് തീരെ മേലാത്തോണ്ടാണ് വരാത്തതെന്നും കൂടി പറയണേ. ശരി മമ്മ, ഞാൻ പറഞ്ഞേക്കാം. മെർലിൻ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി, നീ വരുന്നുണ്ടോ? ഈ പെണ്ണിന്റെ ഒരു കാര്യം. മമ്മ, പോയിട്ട് വരാം. ഓ, ബൈ ബൈ മോളെ. പള്ളി കയറുന്നില്ലേ? ഇല്ല, ഞാൻ വരുന്നില്ല. എന്തായാലും ഇതുവരെ വന്നതല്ലേ പപ്പ, കേറിയിട്ട് പോവും. ഇല്ല മോളെ, എനിക്ക് കുറച്ച് പണിയുണ്ട്. നിങ്ങൾ പോയിട്ട് വാ. മാസം ഒഴിവാക്കിയാണോ വേറെ തിരക്ക്? കഴിഞ്ഞ ആഴ്ചയിലും ലോറൻസ് അച്ഛൻ എവിടാന്ന് അച്ഛൻ തിരക്കിയായിരുന്നു. നിങ്ങൾ ചെല്ല്. വാ മോളെ. തിരക്കുള്ളവർ വരുന്നില്ലെങ്കിൽ വരണ്ട. ആ, നാൻസി എവിടെയാ? ഓ, എനിക്കിന്ന് ക്ലാസ് ഉണ്ട്. ഒറ്റയ്ക്ക്? We can meet today? Okay, no problem. Oh, sure. അതിനെന്താ? ഓ, ഓക്കെ ഓക്കെ ഓക്കെ. അനുരാഗഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. ബെൻസിമോളെ, നിങ്ങൾ കയറിയിരിക്കും, ഞാൻ ഇപ്പൊ നമുക്ക് തിരിച്ചു പോകുമ്പോ മാർക്കറ്റ് വഴി ഒന്ന് പോകണം. പള്ളി പോയിട്ടല്ലേ? 2 കിലോ പോത്തിറച്ചി മേടിക്കണം. പിന്നെ ആ ജോർജൂടെ വരാൻ സാധ്യതയുണ്ട്. ഇരിക്കാം മാമേ.
ലോറയുടെ അവസ്ഥയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഓ, അത് ഓർക്കുമ്പോഴാണ് എനിക്ക് ആകെ ഒരു വിഷമം. പള്ളിയിൽ പോന്നതിനും പ്രാർത്ഥനയിലൊന്നും അവന് തീരെ താല്പര്യമില്ല. നമുക്ക് അച്ചായനെ ധ്യാനത്തിന് അയച്ചാലോ? നേരത്തെ ഒരു തവണ കൊണ്ടുപോയതാണല്ലോ, എന്നിട്ട് എന്തുണ്ടായി? ആ, ഇപ്പൊ അവിടെ ചില അച്ഛന്മാരുണ്ട്, ഏത് അസുഖം ഭേദമാക്കി തരും. ജയ്സപ്പ, ഇങ്ങനെയാണെങ്കിൽ നീ എന്താ ചർച്ചിൽ പോവാത്തെ? അത് പിന്നെ എനിക്കിവിടെ അടുത്തൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് ഇവിടുന്ന് പോകുമ്പോൾ അമ്മാമ്മയും മെറിലും മോളെയും ഒക്കെ കണ്ട് പള്ളി വഴി അങ്ങ് പോവാന്ന് വെച്ചു. അല്ലേ ബെൻസി? റോസ്ലേശിയും മെർലിനും ആണെന്ന് തോന്നുന്നല്ലോ. എത്രയായി? 50 രൂപ. ആ ജേസപ്പനങ്ങളെ അങ്കിൾ മെറിലും മോളെ, പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു അങ്കിൾ. ആ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യം നല്ല മാർക്ക് മേടിക്കണം. ബെൻസി ആന്റി വന്നേ ചോദിക്കട്ടെ. മോള് ലോറയുടെ കാര്യത്തിൽ വിഷമിക്കണ്ട. ഞാൻ അമ്മമ്മയോട് പറഞ്ഞിട്ടുണ്ട് അവനെ ധ്യാനത്തിന് കൊണ്ടുവന്ന കാര്യം. ഇനി അതിലൊന്നും ഒരു വിശ്വാസം ഇല്ല അങ്കിളെ. ഡോണ്ട് വറി. ഹലോ ഹലോ മിസ്റ്റർ ജോർജ്. ആ, വിതിൻ 15 minutes ഐ വിൽ ബി ദയർ. ഓക്കെ മാമേ. ആ മോളെ ബെൻസി വാ. അപ്പൊ ഞങ്ങൾ പോയിട്ട് മോളെ വരാം. ഇറങ്ങട്ടെ. ആന്റി ഞങ്ങൾ പോയിട്ട് വരാം. ചേച്ചി എപ്പോ കാണാം? സാറേ, കഴിഞ്ഞ സൺഡേ പഠിപ്പിച്ച ഫിലിം സോങ് ഇല്ലേ, അതൊന്നുകൂടി ഒന്ന് പഠിപ്പിക്കോ? അതിനെന്താ ജാസ്മിൻ? വെണ്ണില ചന്ദന കിണ്ണല്ലേ? ആ അതെ. ദാ പിടിച്ചോ. ആ റെഡി? വെണ്ണില ചന്ദന കിണ്ണം ഉന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം, മഞ്ഞളി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. Okay? Okay then, next Sunday we will be practice another song. Okay? Okay, sir. Bye. എടോ, ആ ഫ്രാൻസിസ് മുല്ലക്കൽ ബിഷപ്പിനെ കുറിച്ച് എന്നതാടോ കേൾക്കുന്നത്? ദൈവവിളിയില്ലാത്ത ഇവനൊക്കെ വിശുദ്ധന്റെ കുപ്പായം ഇട്ടുകൊണ്ട് സഭാ ശുശ്രൂഷയ്ക്ക് ഇറങ്ങേണ്ട വല്ല കാര്യമുണ്ടോ? വെറുതെ ബാക്കിയുള്ളവരെ കൂടി നാണം കെടുത്താൽ. വന്നു വിശ്വാസികൾക്കേ പുരോഹിതരോട് പഴയ ആദരവൊന്നും ഇല്ല പിതാവേ. അൽമായരെ എങ്ങനെയാണോ കുറ്റം പറയുന്നത്? നാഴികയ്ക്ക് 40 വട്ടം അവര് കേൾക്കുന്നത് ബിഷപ്പുമാരുടെയും പുരോഹിതന്മാരുടെയും കേളി വാർത്തകളല്ലയോ? അതെ, ആ സിസ്റ്റർ ജെയ്സി കുളനട എഴുതിയ പുസ്തകത്തെ പറ്റി കേട്ടിട്ടില്ലേ? എല്ലാം വെട്ടിത്തുറന്നല്ലേ എഴുതിയിരിക്കുന്നത്. ഞാനും വായിച്ചു. എനിക്ക് സിസ്റ്റർ പറയുന്നതിനോട് എതിർപ്പൊന്നും തോന്നിയില്ല. മുഴുവൻ സത്യമല്ലേ അവര് പറയുന്നത്. പിതാവേ, പിതാവ് റോമിൽ ചെന്ന് പിതാവിനെ കാണുമ്പോ എന്താ? അല്ല, പിതാവ് റോമിൽ ചെന്ന് വലിയ പിതാവിനെ കാണുമ്പോ ഒരു ഉപകാരം ചെയ്യണം. എന്താടോ? അതെ, സെമിനാരി ചേരുന്ന പുതിയ പിള്ളേർക്ക് പാഠ്യവിഷയം പോലെ 4 നേരവും കടുക്കാ കഷായം കൊടുക്കണമെന്ന് ഒന്ന് പിതാവിനോടൊന്ന് അപേക്ഷിക്കണം. അതിന് കടുക്ക കഷായം മാത്രം അടിച്ചേൽപ്പിച്ചിട്ട് എന്നാടോ കാര്യം? പിതാവേ, ഞാൻ ഇപ്പഴാ ഓർത്തത്, പിതാവിന് യാത്രക്കുള്ള ടിക്കറ്റ് തോമാച്ചായൻ കൊടുത്തു വിട്ടായിരുന്നു. എന്നിട്ട് ഇപ്പോഴാണോ പറയുന്നത് മണ്ടൻ? ഞാൻ ആ തോമസ് അച്ഛനെ വിളിച്ച് പരാതി പറയാനിരിക്കുമായിരുന്നു. അച്ഛനെ വിളിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നാണം കെട്ടേനെ. അയ്യോ പിതാവേ, ഞാൻ മറന്നുപോയതാ. ചെല്ല്, ആ ടിക്കറ്റിങ് എടുത്തോണ്ട് വാ, ഇല്ലെങ്കിൽ വീണ്ടും മറന്നു പോകും. ഓ, അച്ഛോ ലേലത്തിന്റെ കണക്കാളോ? വെച്ചോളൂ. ശരി അച്ഛോ. ഇതുപോലെ ഒന്നിച്ചിരുന്ന് എല്ലാ ദിവസവും ഭക്ഷണം കഴിച്ചിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നേനെ. എന്താ മമ്മ ഇത്?
വാട്ട് ഈസ് ദിസ്? വായി വെക്കാൻ കൊള്ളാതെ ഉണ്ടാക്കിയിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ കരയ്ക്ക്. എന്നോട് എന്താ എല്ലാരും ഇങ്ങനെ? സമാധാനത്തോടെ ഒരു പെക്കും കഴിക്കാൻ സമ്മതിക്കില്ല. നല്ല ഭക്ഷണവുമില്ല. മൈ ജീസസ്, ഇവന്റെ സ്വഭാവം മാറി കിട്ടിയ മതിയായിരുന്നു. അമ്മ കഴിക്ക്. ദിനന് മനസ്സിലായോ അമ്മ എന്താ പ്രാർത്ഥിച്ചതെന്ന്? അതെപ്പോഴും പറയണോ അമ്മ? എന്റെ കല്യാണത്തെ കുറിച്ചല്ലേ? അപ്പൊ മോന് മനസ്സിലായി അല്ലേ? ഈ അമ്മയുടെ ഒരു കാര്യം. അടുത്ത വർഷത്തെ ഉത്സവത്തിന് മുമ്പെങ്കിലും ഈ അമ്മയുടെ ആഗ്രഹം നീ ഒന്ന് സാധിച്ചു തരുമോ? എന്റെ അമ്മ, ഇത് കേട്ട് കേട്ട് ഞാൻ മടുത്തു. എത്ര പ്രാവശ്യം ഇത് പറയുന്നേ? അതൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കും. മനസ്സിലായോ? ഞാനിപ്പോ ആലോചിക്കുന്നതേ അമ്മയുടെ സത്യജാഘോഷം എങ്ങനെ കെങ്കേമമാക്കുമെന്നോ. വിശക്കുന്നു. ഓഫീസിൽ കല്യാണമൊക്കെ നടക്കും അമ്മ. പപ്പ, എന്താ? എനിക്കിന്ന് മോർണിംഗ് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. എനിക്ക് നേരത്തെ പോകണം. എന്നെ ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യൂ. മോള് സ്ഥിരം അമ്മയുടെ കൂടെ പോകുന്നത്. പപ്പ ഇന്ന് വേറെ റൂട്ടില്ല. മോള് അമ്മയുടെ കൂടെ പോകും. മോള് വിഷമിക്കണ്ട, മമ്മി ഡ്രോപ്പ് ചെയ്യാം. വാ. ഈ ചെക്കൻ എന്തോ ഇത്ര ധൃതിയിൽ ഇന്ന്? അമ്മേ, ഡെപ്യൂട്ടി മാനേജറുമായിട്ട് ഒരു വീഡിയോ കോൺഫറൻസ് ഉണ്ട്. അതുകൊണ്ട് നേരത്തെ പോയേ പറ്റൂ. എടാ, ഞാൻ ഇഡ്ഡലിയും ചായ എടുത്തു വെച്ചിട്ടുണ്ട്. വേണ്ട, ഒരു ചായ എങ്കിലും കുടിച്ചിട്ട് പോ. രാവിലത്തെ ഭക്ഷണം മുടക്കാതെ ശരീരത്തെ ബാധിക്കുന്നത്. ഓ, എനിക്കെന്താ ആരോഗ്യത്തിന് പ്രശ്നം? അമ്മ നോക്കിയേ. അതെ, എന്നെ ഉപദേശിക്കുന്നൊക്കെ കൊള്ളാം. അമ്മ കൃത്യസമയത്തെ ഭക്ഷണം കഴിക്കണം. ഇല്ലെങ്കിലേ പ്രമേഹം കൂടും. മനസ്സിലായോ? പുന്നാര എന്റെ മീനാക്ഷി ഒന്ന് ചുമ്മാതിരിക്കണം. ഈ പത്രം പോലും ഇനി എടുത്തിട്ടില്ലാന്ന് വെച്ചാ പിന്നെ എന്തിനാ ഇതൊക്കെ ഇവിടെ വരുത്തുന്നേ? എന്താ മൂട്ടിയമ്മേ, രാവിലെ തന്നെ ഒരു പരാതി? ഇതെന്താ പുഷ്ടിയില്ലാത്ത പോലെ? വെള്ളം ഒഴിക്കാറില്ലേ? ഈ ഉണക്കത്ത് വെള്ളം ഒഴിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ചീരയും പടവലവും പയറും എല്ലാം കരിഞ്ഞു പോയി. അടുത്ത കൃഷി ഇനി മഴ വന്നിട്ട് മതി. വെറുതെ എന്തിനാ കാശ് കളയുന്നേ? നമുക്ക് അതൊക്കെ ശരിയാക്കാം. ചെല്ലേ അകത്തോട്ട്. ഓ ശരി. ആ എടാ, രാവിലെ വല്ലതും കഴിക്കാൻ മറക്കണ്ട കേട്ടോ. ഓ, എന്റെ അമ്മ, ഞാൻ കഴിച്ചോളാന്ന് പറഞ്ഞില്ലേ? ഇപ്പോഴും ചെറിയ കുട്ടിയാന്നാ വിചാരം. മക്കൾ എത്ര വലുതായാലും അമ്മയ്ക്ക് എന്നും കുഞ്ഞു തന്നെയാ. സമയത്തിന് ആഹാരം കഴിക്കാതെ പോയാലേ ആ വിഷമോ അച്ഛനമ്മമാർക്കേ ഉണ്ടാവത്തുള്ളൂ. അമ്മേ, പഞ്ചിങ് സമയം തെറ്റിയാലേ ഇന്ന് ലീവ് പറയേണ്ടി വരും. ഞാൻ കഴിച്ചോളാം അമ്മേ. എന്നാ പോട്ടെ. ഹലോ.
ശരി മോളെ. ബൈ. നീ എന്താടി ലേറ്റ് ആയി? ഞാൻ നേരത്തിന് ഇറങ്ങിയതാന്നേ. എന്നെ മമ്മി അല്ലെങ്കിൽ അവളൊക്കെ കൊണ്ടാക്കാൻ നേരത്തെ വന്നേനെ. ഡി, അവൻ നിന്നെ തന്നെ നോക്കുന്നെന്ന് തോന്നുന്നു. എന്നെയല്ല നോക്കുന്ന ചേച്ചിയാ. എന്നാ പോയാലോ? നീ വിട്ടോടാ. ചേച്ചി ഓ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങോട്ട് എങ്ങനെ വരൂ? വന്ന് നിനക്കെന്താ? അവനോട് പോകുമ്പോ റെഡി. പൈസാക്കാം. സോറി. എഴുന്നേൽക്ക്. പതുക്കെ. വേണ്ട, ഞാനെടുത്തോളാം. നല്ല വേദനയുണ്ടല്ലേ? വണ്ടിയൊന്നും കാണുന്നില്ലല്ലോ. വേണമെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. എൻ്റെ കാർ കയറാം. വാ പ്ലീസ്, വാ. മാഡം, അതിപ്പോ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ആന്റിബയോട്ടിക് ഫോളോ ചെയ്താൽ മതി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്നോളൂ. ശരി ഡോക്ടർ. ഓക്കെ, ശരി. മാഡത്തിന് ഇപ്പോഴും വേദനയുണ്ടോ? ഇല്ല, മരുന്നും ഇഞ്ചക്ഷനും വെച്ചതുകൊണ്ട് ഇപ്പൊ അത്ര പെയിൻ തോന്നുന്നില്ല. സോറി, ഞാൻ പേര് ചോദിച്ചില്ല. എന്ത് ചെയ്യുന്നു? റോസ്ലിൻ, സെന്റ് മേരീസിലെ ടീച്ചറാ. എൻ്റെ പേര് ദിനനാഥൻ. ഞാനിവിടെ അടുത്തുള്ള ഫെഡറൽ ബാങ്കിലെ ബ്രാഞ്ച് മാനേജറാണ്. ഓക്കെ. അല്ല, എന്റെ സ്കൂട്ടർ. ടീച്ചർ അതോർത്ത് വിഷമിക്കണ്ട. ഞാൻ വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നാളെ കിട്ടും. ടീച്ചർ എവിടെയാ താമസിക്കുന്നത്? സെന്റ് ജോസഫ് ചർച്ചിന്റെ അടുത്താ. ഓക്കെ ടീച്ചർ, സ്കൂട്ടർ ഞാൻ നാളെ എത്തിക്കാം. ഈ ടീച്ചർ എന്നുള്ള വിളിയൊന്ന് ഒഴിവാക്കാമോ? റോസ്ലിന്ന് വിളിച്ചാൽ മതി. ഓ ആയിക്കോട്ടെ, അങ്ങനെ വിളിക്കാം. ഇവിടുന്ന് ഒരു ഓട്ടോ കിട്ടുമോ? ഓട്ടോ ഇവിടുന്ന് റോസിന് വിരോധമില്ലെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. പ്ലീസ് കം. ഓക്കെ. എടാ, കഴിക്കാൻ വല്ലതും എടുക്കട്ടെ? പിന്നെന്താ, അമ്മ എടുത്തോ. ഞാൻ ഇപ്പൊ ശരിയാക്കി തരേ. എന്താ അമ്മേ? അല്ല, മൊത്തത്തില് ഒന്ന് വൃത്തിയായിട്ടുണ്ട്. അത് ശരി, ഞാൻ വൃത്തിയായി നടക്കുന്ന അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. നീ വാടാ. അമ്മയോട് നിന്ന് അമ്മുകുട്ടിയമ്മേ, അവൻ ഇഷ്ടമുള്ള ഏലക്ക ചായല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്? അത് നീ എന്നോട് പറയണോ? എനിക്കറിഞ്ഞൂടെ? അവൻ എന്റെയും കൂടെ മോനല്ലയോ? അതെ, അവൻ ഈയിടെയായിട്ടേ സ്വഭാവത്തിൽ എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. എനിക്കും തോന്നി. ഞാനത് നിന്നോട് പറയാനിരിക്കുമായിരുന്നു. അപ്പോഴാ നീ അത് എന്നോട് പറഞ്ഞത്. ചായ റെഡി. ഇതെന്താ, നീ ചെസ് കളിക്കുന്നു? എന്റെ അമ്മേ, വായിക്ക് രുചിയുള്ള എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെച്ചൂടെ? വല്ല പുട്ടും കടലയോ
പൂരി ബാജി, ചപ്പാത്തി, ഇടിയപ്പം, നല്ല സ്റ്റ്യൂ. ഇതെപ്പോ നോക്കിയാലും ദോശ ചട്നി, ചട്നി ദോശ, ദോശ ചമ്മന്തി. എന്റെ അമ്മ ഈ ദോശ ഒന്നും കേൾക്കാൻ മടുത്തു. നല്ല രസമാ. ഇവിടെ ഞങ്ങള് പ്രായമായ 2 സ്ത്രീകളാ ഉള്ളത്. ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ. നീ ഒരു കാര്യം ചെയ്യും, നല്ല ഇഡ്ഡലിയോ എന്താ ഇടിയപ്പം, പുട്ട്, ഇതൊക്കെ വേണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് പോടാ. ഓഹോ, തൊഴുതു തൊഴുത. ഞാൻ മിണ്ടണ്ടെന്നു. എന്തേത് കൊരങ്ങന്? എന്തേത്? ആ പോയിക്കോ. ഓ എന്റെ ദൈവമേ, ഈ നാട്ടിൽ എത്ര പെമ്പിള്ളാരുണ്ട്, ഒരെണ്ണം പോലും ഇവന്റെ കണ്ണി പെടുന്നില്ലല്ലോ. ഈ ചെക്കൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഓ എന്റെ മോനല്ലേ, ഓ ഒരു കുഴപ്പവും കാണില്ല. അതെന്ത് വർത്തമാന ബഷീറെ? തരുമ്പേ ഞാൻ പറഞ്ഞതല്ലേ കുറച്ച് അർജൻസി ഇട്ടത്. ദേ നാളെ ഇതേ വർത്തമാനം പറയരുത്. മറ്റൊരാളുടെ സ്കൂട്ടർ, മനസ്സിലായല്ലോ? ഹലോ. ഹലോ റോസലി. യെസ് പറഞ്ഞോളൂ. അതെ, സ്കൂട്ടർ സത്യത്തിൽ ഞാനിന്ന് എത്തിക്കാമെന്ന് വിചാരിച്ചതാ. ചെറിയൊരു അൺഎക്സ്പെക്ടഡ് ഡിലേ. ഞാൻ തന്നെ നേരിട്ട് എത്തിക്കാം. ഓ കുഴപ്പമില്ല, ടെൻഷൻ അടിക്കണ്ട. ഞാൻ നാളെ കൂടി ലീവാ. അല്ല, ഇപ്പൊ വേറെ പ്രയാസമൊന്നുമില്ലല്ലോ? കൈയുടെ വേദനയൊക്കെ ഇപ്പൊ കുറവുണ്ട്. പിന്നെ എന്തെങ്കിലും ആവശ്യമുള്ളത് പറയാൻ പഠിക്കണ്ട കേട്ടോ. ഓക്കെ, ശരി ശരി ശരി, ഓക്കെ, സീ യു. എന്തു മീനൂട്ടി? ഇതാ വരുന്നു എന്റെ മീനു കൊച്ചേ. ഇത് കണ്ടോ? ആകെ മാറിയിപ്പോ. എങ്ങനെ കിടന്ന മുറിയാണെന്ന് അമ്മുക്കുട്ടിക്ക് അറിയാമല്ലോ. പിന്നെ എനിക്കറിയാൻ വയ്യേ. കണ്ടില്ലേ, തുടച്ച് മിനുക്കി നല്ല ഭംഗിയാക്കി ഇട്ടിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ നായർക്കൊപ്പം മീനാക്ഷി കാണുമ്പോൾ നിങ്ങളുടെ ആ പഴയ കാലം എനിക്ക് ഓർമ്മ വരുന്നേ. എല്ലാം ഒരു പുനർജന്മം പോലെ തോന്നുന്നു. അമ്മുക്കുട്ടി ശരിക്കും ശ്രദ്ധിച്ചോ അവനെ? ശ്രദ്ധിച്ചു. അവന് നല്ല മാറ്റമുണ്ട്. നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി എത്ര വെള്ളിയാഴ്ചയാ പ്രാർത്ഥിച്ചിരിക്കുന്നേ? അതിൻ്റെയൊക്കെ ഫലം ഉണ്ടാകാതിരിക്കോ? എങ്ങനെങ്കിലും അവന്റെ കാര്യം ഒന്ന് ശരിയായി കിട്ടിയാൽ മതിയായിരുന്നു. അവന്റെ കൂടെ പഠിച്ച വിജയന്റെ മോളിപ്പോ കോളേജിലല്ലേ. ജാതിയും മതവും പണവും പ്രായവും ഒന്നും എനിക്കിനി പ്രശ്നമല്ല. ഏതെങ്കിലും ഒരു പെണ്ണിനെ അവന് ഇഷ്ടപ്പെട്ടാ മതിയായിരുന്നു. അവന്റെ വിവാഹം ഒന്ന് കണ്ട് കണ്ണടച്ചാൽ മതിയെന്ന് ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. ഓരോന്നിനും ഓരോന്നിന്റെ സമയമുണ്ട്. നീ വിഷമിക്കണ്ട, എല്ലാം നടക്കും. ഞാനല്ലേ പറയുന്നത്. വാ. ആഹാ, ഹായ് ദിനൻ. ഹായ്. വെൽക്കം. താങ്ക് യു, താങ്ക് യു. വരൂ, വീട്ടിലോട്ടൊന്ന് കയറിയിട്ട് പോ. സോറി, ഒട്ടും സമയമില്ല, നല്ല തിരക്കുണ്ട്. ഇതാ ചാവി. ഞാൻ ശരിക്കും ബുദ്ധിമുട്ടിച്ചല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ എന്നെ പോലുള്ള കടമയല്ലേ. വിത്ത് യുവർ പ്ലഷർ. താങ്ക് യു. എന്നാലും പെട്ടെന്ന് കിട്ടിയല്ലോ. പിന്നെ മിറർ ഒന്ന് മാറ്റേണ്ടി വന്നു, പിന്നെ വാട്ടർ സർവീസ് ചെയ്തു. പെർഫെക്റ്റ്. ഒത്തിരി കാശായി ദിനൻ? ഇല്ല, ഒരു 450 രൂപ. ഞാൻ ഇപ്പൊ തന്നെ തരാം. റോസലി, അതൊക്കെ നമുക്ക് പിന്നീട് എടുക്കാം. ഏയ് അത് വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ തന്നേക്കാം. എന്നാ ശരി, എന്നാ പിന്നെ റോസിന്റെ ഇഷ്ടം പോലെ. അതെ, എങ്ങനാ തിരിച്ചു പോന്നേ? അത് ഞാൻ പോയിക്കോളാം. അത് വേണ്ട, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ആയിക്കോട്ടെ, ആ കീങ് ഞാൻ ഇപ്പൊ വരാം. ഒന്ന് ഡ്രസ് ചെയ്യട്ടെ. ശരി. എന്റെ വീടിന്റെ അതേ കൺസ്ട്രക്ഷൻ, സൈലന്റ് പ്ലേസ്. ഇതാ വീട്.
ഏതായാലും ഇവിടെ വരെ വന്നല്ലേ, ഒന്ന് വീട്ടിൽ കയറിയിട്ട് പോ. ഇപ്പൊ കേറുന്നില്ല, പിന്നെ ഒരിക്കലാവാം. ഈ മുറിവൊക്കെ ഒന്ന് ഉണങ്ങട്ടെ. ദാ ഇത് വെച്ചോ, എന്നപ്പോ നേരം വൈകണ്ട. ഒരു ദിവസം ഫാമിലി ആയിട്ടൊന്ന് ഇറങ്ങി. ഞങ്ങൾ കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട്, നല്ല ഭക്ഷണം കഴിച്ചിട്ട് പോകാം. ആഹാ, കർഷകനാണോ? ഏയ് കർഷകനൊന്നല്ല, ഞങ്ങളുടെ ആവശ്യത്തിനൊക്കെ വേണ്ടി കുറച്ച് ജൈവ പച്ചക്കറി കൃഷി. ശരി, ഞാൻ വിളിക്കാം. ഓ ബൈ. ശരി, സൂക്ഷിച്ചു പോണം. ശരി. ശരി ഏട്ടാ. ആ ശരി. ഡാ ലോറൻസേന്റെ മോളാണല്ലോ വരുന്നത്. ഏതാടാ? ഡാ ആ ഗിറ്റാറിസ്റ്റ്. അളിയാ, എങ്കിലേ എനിക്കൊന്ന് ഗിറ്റാർ പഠിക്കണമെന്നുണ്ട്. ആ അതിനെന്നാടാ, ഞങ്ങൾ ഒരേ പള്ളിക്കാരാ, അത് നമുക്ക് ശരിയാക്കാം. എന്നാ പിന്നെ നമുക്ക് ഇപ്പൊ സംസാരിച്ചാലോ? സംസാരിക്കാം, പിന്നെന്താ. മെർലിൻ ഒന്ന് നിന്നേ. എന്താ സ്റ്റാലിച്ച? ഇത് എന്റെ ഫ്രണ്ട് വിവേക്. ഹായ്. ഹായ്. നിന്റെ പപ്പയുടെ നമ്പർ ഒന്ന് കൊടുക്കൂ. എന്തിനാ? ഇവനൊന്ന് ഗിറ്റാർ പഠിക്കാൻ വേണ്ടിട്ടാ. ഓ ആ നോട്ട് ചെയ്തു. 8593046564. കുട്ടിയുടെ നമ്പർ ഒന്ന് തരുമോ? അതെന്തിനാ? അല്ല, പപ്പയെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലേ. കുഴപ്പമില്ല, കൊടുത്തു. മമ്മിയുടെ നമ്പറാണേ. അത് കുഴപ്പമില്ല. 9562300600. ഓക്കെ, താങ്ക്സ്. ശരി എന്നാ. ശരി മെർലിൻ. ഓക്കെ അല്ലേ അളിയാ? ഡബിൾ ഓക്കെ. വണ്ടി ഇവിടെ. എടി അന്നാ ബസ് സ്റ്റോപ്പിൽ വെച്ച് വായി നോക്കിയവനല്ലോ അവൻ. ആ എനിക്കൊന്നും അറിയില്ല ചേച്ചി. അമ്മൂട്ടിയമ്മേ, ഓ എന്താ കുഞ്ഞേ? ഒരു ചായ തരുമോ? ആ ഇപ്പൊ തരാം. കട്ട മതി കേട്ടോ. ആ മമ്മിക്കൊരു കോളുണ്ട്. ആരാ വിളിക്കുന്ന മോളെ? ഒരു ദിനനാഥൻ. ഇങ്ങുണ്ടോ മോളെ? എന്നാ മമ്മി. ഹലോ. ഹായ് റോസലിൻ, എന്തൊക്കെയുണ്ട് വിശേഷം? ഫൈൻ. എന്തെങ്കിലും ജോലിയിലാണോ? എന്ന് ചോദിച്ചാ നാളെ മൺഡേ അല്ലേ, പിന്നെ എക്സാം എടുത്തല്ലോ. അപ്പൊ നാളത്തെ ടീച്ചിങ് പോർഷൻസ്. അവിടെ എല്ലാവരും ഉണ്ടോ? മോളുണ്ട്, പഠിച്ചോണ്ടിരിക്കുക. അവളെ എനിക്ക് ഫോൺ കൊണ്ട് തന്നെ, ഞാൻ മൂക്ക് കൊടുക്കാം. മോളെ, ഞാനൊന്ന് പറഞ്ഞില്ലേ ദിനനങ്കിളിനെ കുറിച്ച്? ആ അങ്കിളാ. ഹലോ. ആ മോളെ, എന്തൊക്കെയുണ്ട് വിശേഷം? മമ്മ പറഞ്ഞിരുന്നു അങ്കിളിനെ കുറിച്ച്. ദേ നല്ലോണം പഠിക്കണം കേട്ടോ. എല്ലാത്തിനും A+ വാങ്ങിയാലേ അങ്കിളുടെ വക സമ്മാനമുണ്ട്. എന്നാ ശരി മോളെ, മമ്മായി കൊടുത്താട്ടെ. ഹലോ ഹലോ. അല്ല, അവിടെ അമ്മയൊക്കെ സുഖമായിരിക്കുന്നോ? ഓ സുഖായിരിക്കുന്നു. ഞാൻ വിളിച്ചോളാം. ശരി. എന്റെ പപ്പ നേരം വെളുത്തില്ല, അതിന് മുമ്പ് തുടങ്ങിയോ? എന്തൊരു സ്മെല്ലാ ഇത്. മോള് സ്കൂളിൽ പോവാൻ നോക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞ സ്റ്റാൻലിയുടെ കൂട്ടുകാരൻ ഗിറ്റാർ പഠിക്കാനായിട്ട് പപ്പയെ വിളിച്ചായിരുന്നു. പപ്പ ഫോൺ എടുത്തില്ല. ഓ സോറി, ഞാനത് മറന്നു. മോളൊരു കാര്യം ചെയ്യും, അവനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയും. ഇനിയെങ്കിലും ഫോൺ എടുക്കോ? എടുക്കാം. മോള് ചെല്ലു മോളെ. ഓ അതിനെന്താ. ശരി സൂസേച്ചി, ഞങ്ങള് പള്ളിയിൽ നിന്ന് പോകുന്ന വഴിയാ, വീട്ടിലെത്തിയിട്ട് വിളിക്കാം. ഹൈദരാബാദിൽ നിന്ന് സൂസേച്ചിയായിരുന്നു. അവിടെ ഹസ്ബൻഡുമായിട്ട് എന്തൊക്കെയോ പ്രോബ്ലംസ്. കുറച്ച് ദിവസം ഇങ്ങോട്ട് വന്നാൽ കൊള്ളാന്ന് പറയുന്നു. ചെന്നിട്ട് തിരികെ വിളിക്കാന്നാ ഞാൻ പറഞ്ഞേ. എന്താ മമ്മി ഇവിടെ പ്രശ്നം? അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് പറയാം. മോള് വാ.
ജോലിക്കെന്നും പറഞ്ഞ് നടക്കുകയല്ലേ. ആന്റി നേരിട്ട് കണ്ടാലേ കാര്യം നടക്കത്തുള്ളൂ. റോസിലിൻ്റെ കഷ്ടപ്പാട് ഓർത്തിട്ടാ അവള് ജോലിക്ക് പോകുന്നോണ്ട് കുടുംബം നടക്കുന്നു. റോസ്ലേച്ചി എവിടെ പോയി ആന്റി? അവളുടെ കസിൻ സൂസി വരുന്നുണ്ട്. അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റേഷനിൽ പോയതാ. ആ ലോറൻസ്, ഞാൻ അച്ഛനെ കണ്ട് വരുന്ന 3-ാം തീയതി ലോറെ ധ്യാനത്തിന് എത്തിക്കാമെന്ന് വാക്ക് കൊടുത്തിരിക്കുക. ഇന്ന് ഉച്ച കഴിഞ്ഞ് നമുക്ക് ഫാദറിനെ ഒന്ന് പോയി കാണണം. അത് നടക്കില്ല അങ്കിളെ. എനിക്ക് വൈകിട്ട് ഗോൾഡൻ ഹിൽസിൽ പ്രോഗ്രാം ഉണ്ട്. സോറി. ഇവനിത് എന്തോന്ന്? അച്ചായ അച്ചായ ലോറച്ച ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ അച്ചായ? ഇതൊക്കെ അച്ചായന്റെ ഒരു ശീലമല്ലേ മോളെ. പിന്നെ ബെൻസി മോള് പറഞ്ഞതുകൊണ്ട് അച്ചായൻ കുറയ്ക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ ശ്രമിക്കാൻ കുറയ്ക്കാം മോളെ. മോളെ ദേ അപ്പുറത്ത് പോയി ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ ഇരിക്കേ. ഞാൻ മേളിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. മോക്ക് കുഴപ്പമൊന്നുമില്ല അച്ചായൻ ഫ്രഷ് ആവുന്നതിന്. ഓക്കെ. തഴമ്പു മണമുള്ള ഹലോ മമ്മ, ട്രെയിൻ കുറച്ച് ലേറ്റ് ആവും. ഞാൻ വിളിച്ചോളാം. ശരി, ഓക്കെ. ഹായ് റോസലിൻ. ഹായ് ദിനൻ. എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ എൻ്റെ കസിൻ സിസ്റ്റർ വരുന്നുണ്ട്, വിളിക്കാൻ വന്നതാ. ആണോ? ട്രെയിൻ 1 മണിക്കൂർ ലേറ്റാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ട്രെയിൻ വരെ ഇനി 1 മണിക്കൂറുണ്ടല്ലോ. വീട്ടിൽ പോയിട്ട് തിരിച്ചു വരാൻ നിന്ന ടൈം വേസ്റ്റ് ആവും. ഏയ്, ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. നമുക്ക് കാര്യം ചെയ്താലോ, ഒരു ചായ കുടിച്ചാലോ? ആ ശരി. എന്താ കാര്യം? എന്താ ഇവിടെ? എടാ, ഞാൻ ബാങ്ക് പോകുന്ന വഴിയാണ്. വിനോദ്, ഇതെന്റെ സുഹൃത്ത് റോസലി. ഹായ് റോസലി, ഇതെന്റെ സുഹൃത്ത് വിനോദ്. മീഡിയ പേഴ്സണാ, വലിയ പുള്ളിയാ. ഇവൻ വെറുതെ പൊക്കി പറയുന്നതാ. ഞാനൊരു ചെറിയ പത്രപ്രവർത്തകനാണ്. എനിക്ക് ഇത്തിരി തിരക്കുണ്ട്, നമുക്ക് പിന്നെ കാണാം. ഓക്കെടാ, വൈകുന്നേരം കാണാം. ഓക്കെ, ആയിക്കോട്ടെ. പോ. റോസലി, ഇതാ ചായ. പഞ്ചസാര കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. റോസലിന് അല്പം സീരിയസ് നേച്ചറാണെന്ന് പറഞ്ഞാൽ സ്വീകരിക്കും. ഹേയ് നോ നോ. എന്നാ പോട്ടെ, ഞാനത് വിട്ടു. ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും. അതൊക്കെ പോട്ടെ. എങ്ങനെയാ, സിനിമയൊക്കെ കാണാൻ പോകാറുണ്ട്? മുമ്പൊക്കെ കാണാറുണ്ടായിരുന്നു, ഇപ്പൊ സമയം കിട്ടാറില്ല. ടീച്ചിങ് പഴയതുപോലൊന്നും അല്ല, നല്ല സ്ട്രെയിനാ. എന്നാലും മോള് വാശി പിടിക്കുമ്പോ ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോയൊരു സിനിമ കാണാറുണ്ട്. അപ്പോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമയമാണ് പ്രശ്നം, അല്ലേ? അതെ. ഏത് തരം മൂവി കാണാൻ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, നല്ല എല്ലാ സിനിമകളും ഇഷ്ടാ. ഇപ്പൊ തമാശ സിനിമകൾ എല്ലാവർക്കും ഇഷ്ടം. തമാശ ഇഷ്ടാ, പക്ഷെ എന്നെക്കാളും മെർലിനാ കൂടുതൽ ഇഷ്ടം. കഴിഞ്ഞ ആഴ്ച ജൂനിയർ മാൻഡ്രിക്ക് TV കണ്ടപ്പോ മെർലിൻ ഭയങ്കര ചിരിയായിരുന്നു. ഒരു 10 പ്രാവശ്യമെങ്കിലും അവള് കണ്ടു കാണും. ആണോ? എന്നാൽ ഇനി കാണുമ്പോഴും അവള് നിർത്താതെ ചിരിക്കും. തമാശ കാണുമ്പോ ഞാനും അങ്ങനെയൊക്കെ തന്നെ. കൊള്ളാം. ഞാൻ ചോദിക്കണമെന്ന് വിചാരിക്കരുത്. റോസിനെ കണ്ടപ്പോ മുതച്ചു. സോറി കേട്ടോ. അല്ല, എന്താ റോസിന്റെ മുഖത്ത് എപ്പോഴും ഒരു വിഷാദഭാവം? ഏയ് ഒന്നുമില്ല, ദിനന് തോന്നുന്നതാ. എനിക്ക് തോന്നിയൊന്നുമല്ല. എന്നോട് പറയാൻ വിഷമമുണ്ടെങ്കിൽ പറയണ്ട. ദിനനോട് ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല. നമ്മൾ കരുതുന്നത് പോലെ അല്ലല്ലോ ജീവിതത്തിൽ. ഒത്തിരി പ്രതീക്ഷയോടെ പപ്പയും അമ്മയും ലോറൻസുമായിട്ടുള്ള വിവാഹം നടത്തിയത്. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് അധികം ആയുസ് ഉണ്ടായില്ല. ഏതോ ഒരു നിമിഷത്തിൽ ഞങ്ങൾക്ക് മെർലിൻ ഉണ്ടായതെന്ന് ഒഴിച്ചാൽ ഞങ്ങൾ തമ്മിലൊരു ഭാര്യാഭർത്തൃ ബന്ധം പോലും പിന്നീട് ഉണ്ടായിട്ടില്ല. സത്യത്തിൽ ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് എൻ്റെ മോക്ക് വേണ്ടി എൻ്റെ മമ്മിയുടെ കരുതലും കൊണ്ടാണ്. അയ്യോ, ട്രെയിൻ വരാൻ സമയമായി. ആ ഗ്ലാസ് ഇത് കുടിക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ ഈ ഗ്ലാസ് കൊടുത്തിച്ചു തരാം.
ആഹാ മോളെ യാത്രയൊക്കെ സുഖമായിരുന്നോ? ആ സുഖമായിരുന്നു ആന്റി. എന്നാ മോളെ ചെന്ന് ഫ്രഷ് ആവ്. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. ഓക്കെ മാമ, ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആയിക്കോട്ടെ. ഫ്രഷ് ആയിട്ട് വരാം. ഓ ഹായ് സൂസി, ഹൗ ആർ യു? ഐ എം ഫൈൻ അച്ചായ. അച്ഛൻ സുഖമായിരിക്കുന്നോ? ഓ യെസ്. ഇപ്പൊ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ആ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. അല്ലേ റോസലിൻ? സൂസി ആകെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. അത് ഈ യാത്രയുടെയാ. ഓ ശരി ശരി, ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ ഫ്രഷ് ആയിക്കോളൂ. ആയിക്കോളൂ. ശരി അച്ചായ. ഓക്കെ സി. ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. എക്സെൻ്റ് ഉണ്ടല്ലോ. എന്നാ പിന്നെ ക്ലാസ് കഴിഞ്ഞ് തന്നാൽ മതി. ഞാൻ ചോദിച്ച കാര്യം വേറെ ആരും പറയണ്ട. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കുടിച്ചിട്ട് ക്ലാസ്സിൽ വരരുതെന്ന്. എന്തൊരു വൃത്തികെട്ട സ്മെല്ല ഇവിടെ. പപ്പയ്ക്ക് നാണോണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കാൻ. മെർലിൻ, മൈൻഡ് യുവർ ഓൺ ബിസിനസ്. മോള് ചെല്ല്, അവരെ പഠിപ്പിക്കാൻ നോക്ക്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഹായ്, ഞാൻ വിവേക്. ഞാൻ അങ്കിളിനെ ഗിറ്റാർ പഠിക്കുന്ന കാര്യം പറയാൻ വിളിച്ചായിരുന്നു. ഓ ദാറ്റ്സ് യു. യെസ്. ഓക്കെ ഓക്കെ, ജോയിൻ വിത്ത് us. താങ്ക് യു. മെർലിൻ, കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചത് കുട്ടികളൊന്ന് റിപ്പീറ്റ് ചെയ്യിക്കേ. മെർലിൻ, നടന്നോ പോകുന്നത്? ആ ബസ് സ്റ്റോപ്പ്. എന്നാ വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട വേണ്ട. ഇവിടെ അടുത്ത് വരെയല്ലേ ഉള്ളൂ. ഓ വേണ്ട. ആ ഡ്രോപ്പ് ചെയ്യാന്നേ. കേറ്. കുഴപ്പമില്ല, നീ ആ കേറുന്നേ. വേണ്ട. ആ കേറിക്കോടോ. ഇല്ലടി, നീ കേറിക്കോ. എപ്പം കിട്ടും മമ്മി? സ്കൂട്ടർ വൈകിട്ട് കിട്ടും മോളെ, നമുക്ക് അതിൽ തന്നെ പോവാം. ദേ മമ്മി. ഹലോ, ഇതെന്താ ടീച്ചർ മോളോ എങ്ങോട്ടാ? അല്ല, മോക്കിത് ക്ലാസ് ഇല്ലേ? സ്കൂട്ടർ പണി മുടക്കി. സ്കൂൾ ഇവിടെ അടുത്തല്ലേ, അതുകൊണ്ട് നടന്നു പോവാന്ന് വിചാരിച്ചു. എങ്കിലെന്നെ ഫോൺ ചെയ്തൂടെ? ഞാൻ വിടായിരുന്നല്ലോ. മോളെ, എന്ത് പറയുന്നു? സുഖാണോ? സുഖം അങ്കിളെ. അങ്കിളിനോ? അങ്കിളിന് സുഖം. രണ്ടാളും വണ്ടി കയറി. കുറച്ചല്ലേ ഉള്ളൂ, ഞങ്ങൾ നടന്നോളാം. ജാട കാണിക്കാതെ കയറി ടീച്ചറെ. മമ്മി കേറ്, വെറുതെ അങ്കിളിനെ വിഷമിപ്പിക്കാതെ. ശരി പോ. ദിനനിപ്പോ 10-39 കഴിഞ്ഞില്ലേ മീനാക്ഷി? എനിക്കത് അറിയാഞ്ഞിട്ടാണോ? നേരത്തെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നീ ഇപ്പോൾ ഒരു മുത്തശ്ശിയായേനെ. എത്ര വിവാഹാലോചനകൾ വന്നതാ. അവന് താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞാനെന്ത് ചെയ്യാനാ? പറയാനല്ലേ എനിക്ക് പറ്റൂ. നീ ഇന്ന് ആ ചാത്തന്നൂരുള്ള ബ്രോക്കർ സദാശിവം പറഞ്ഞ കാര്യം പഞ്ചത്തിലൊന്ന് സംസാരിച്ചു നോക്ക്.
അവൻ അതിലൊന്നും വീഴുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാനൊന്ന് നോക്കാം. I am not drunk. I said we are in a corner of the drawing room near the makeshift bar. The rest of the coaching class faculty had gathered around. നീ എന്താടാ പരീക്ഷയ്ക്ക് ഓടിക്കുന്നു? അതെ, നാളെ 10ാം ക്ലാസ് പരീക്ഷയാ. They would never miss it. ഞാൻ പലതവണ നിന്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം തന്നെയാ. എന്നാലും ഇതിപ്പം നമ്മുടെ ചാത്തന്നൂർ സദാശിവം ചേരുന്നു. നീ തമാശ കളയണം കേട്ടോ. എടാ, ബ്രോക്കർ സദാശിവൻ കൊണ്ടുവന്ന ഒരു ആലോചനയാ. നല്ല തറവാട്, നല്ല സുന്ദരിയായ ഒരു കുട്ടി, നല്ല ജോലി, നിങ്ങൾ തമ്മിൽ ജാതക പൊരുത്തമുണ്ട്. നിന്റെ തമാശ കാര്യം പറയുമ്പോഴാ. എന്റെ അമ്മ അങ്ങനെ പെട്ടെന്ന് നടക്കോ? എല്ലാത്തിനും സമയമില്ലേ? പെട്ടെന്നോ? നിന്റെ പ്രായക്കാരൊക്കെ വിവാഹം കഴിഞ്ഞ് 3-4 പിള്ളേരായിട്ടാ കഴിയുന്നേ. അവരൊക്കെ അനുഭവിക്കുന്നതന്നെ കാണുന്നുണ്ട്. അതൊക്കെ ശരി. എന്റെ അമ്മേ, ഓരോരുത്തർക്കും അതിൻ്റെതായ സമയമില്ലേ? ആ സമയം എപ്പോഴാന്നാ ഞാൻ ചോദിച്ചേ. അധികം വൈകാതെ ഞാനത് അങ്ങോട്ട് പറയും. വെയിറ്റ് ആൻഡ് സീ മിസ്സിസ് മീനുകുട്ടി. നീ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് തോന്നുന്നത് നീ ആരെയോ കണ്ടുവച്ചിട്ടുണ്ടെന്നാ. കൊണ്ടേക്ക് പറയടാ, ഞങ്ങള് നടത്തി തന്നേക്കാം. ഒരു വിരോധം ആർക്കും ഇല്ല. ഞാൻ പറയട്ടെ? ഞാനൊരു കഥ പറയാം. പണ്ടൊരു രാജ്യത്ത് ഒരു രാജാവിനും രാജ്ഞിക്കും സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. രാജാവിന്റെ വിശ്വസ്തനായ മന്ത്രിക്ക് അതിലും സുന്ദരനായ ഒരു മകനുണ്ടായിരുന്നു. അങ്ങനെ രാജാവിന്റെ മകനും മന്ത്രിയുടെ മകനും തമ്മിൽ നല്ല പ്രണയത്തിലായി. ഉറങ്ങിയോ? ഒരു ദിവസം അവർ ഒളിച്ചോടാൻ പ്ലാനിട്ടു. അങ്ങനെ രാത്രിയായി. ഉറങ്ങിക്കോട്ടോ, ഉറങ്ങിക്കോ. അമ്മ ചാച്ചിക്കോ. സൂസിയേച്ചി റെഡിയായോ? മോളെ, ഞങ്ങൾ ഇറങ്ങുക. കം ഫാസ്റ്റ്. മമ്മ, ഞങ്ങളെ സൂസിയേച്ചിക്ക് വേണ്ടി കുറച്ച് ഡ്രസ്സ് വാങ്ങാൻ പോവാണേ. പോയിട്ട് വാ. ലോറൻസ് വരുവാണെങ്കിൽ മമ്മയെന്ന് പറഞ്ഞേക്കണേ. ഞങ്ങൾ വേഗം പോയിട്ട് വരാം ആന്റി. പോയിട്ട് വാ. മെർലിൻ, ആ മമ്മി എടുക്കുമായിരുന്നു അവിടെ. മമ്മ, ഞങ്ങൾ പോയിട്ട് വരാവേ. ടാറ്റാ. ആ ബ്ലൂ ഡിസൈൻ ഒന്ന് എടുത്തേ. നോക്കണ്ടേ, അത് നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇതോ? അത് തന്നെ. മമ്മി, ഇത് കൊള്ളാല്ലേ? ചേച്ചിക്ക് ഇത് ഇഷ്ടപ്പെട്ടോ? ആ, കുഴപ്പമില്ല. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. മോളുടെ സെലക്ഷൻ അല്ലേ? താങ്ക് യു ആന്റി. കൊള്ളാല്ലേ? ഹലോ. കൊള്ളാം. ഞങ്ങള് ടെക്സ്റ്റൈൽസിലാ. പിന്നെ വിളിക്കാം. ആരടി? അങ്കിളാ. അങ്കിളോ? ഏതങ്കിള്? അതൊക്കെ ഉണ്ട്, ഞാൻ പറയാം. മമ്മി ചാറ്റിങ് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. എന്താടി? വാ ചേച്ചി, വാ. നീ വാ. ഇതും കൂടി പാക്ക് ചെയ്തോളൂ. പോയിന്റ്സ് ആക്കി എഴുതി വെക്കണ്ടേ? അടുത്ത പാരഗ്രാഫ് എഴുതുമ്പോ ഇതൊക്കെ നോക്കണം. ഇത് മുഴുവൻ പോയിന്റ്സാ. അതെല്ലാം നോട്ട് ചെയ്യണം. ഇതുവരെ മമ്മിയുടെ കാര്യം. ഒരുമിച്ച് എഴുതിയാൽ മതി മമ്മി. 1 by 1 എഴുതടാ.
ഇന്നത്തെ സ്പെഷ്യൽ? കരിമീൻ മപ്പാസും ബീഫ് ഒലത്തിയതും. ഓ, മമ്മ എവിടെ പോയി? ജെയ്സപ്പൻ അങ്കിളിനൊപ്പം വീട്ടിലേക്ക് പോയി. അച്ഛയും കണ്ടില്ലേ? ഇല്ല. കുറേ നേരമായി പോയിട്ട്. ഞാൻ സഹായിക്കണോ? ഓ വേണ്ട, എനിക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. എന്റെ ഫേവറേറ്റ് എരിശ്ശേരി ഉണ്ടല്ലോ. അയ്യോ, ഞാൻ ഇന്ന് പുളിശ്ശേരി മാങ്ങാച്ചോറ ഉണ്ടാക്കിയത്. ഇച്ചേനത് ഇഷ്ടല്ലേ? പിന്നെ ആ, അത് സോസിയുടെ കൈ കൊണ്ടുണ്ടാക്കുമ്പോ രുചി കൂടും, അപ്പൊ എനിക്ക് ഇഷ്ടവും കൂടും. അല്ല, ഈ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയായിരുന്നു. ഓഹോ, അങ്ങനെ. ഡ്രസ് സൂപ്പർ, ഗുഡ് സെലക്ഷൻ. നല്ല മാച്ച് ആയിട്ടുണ്ടല്ലോ കളറേ. മേടച്ചായ, മേടച്ചായ, പ്ലീസ് പ്ലീസ്. എന്താ ചെയ്ത്? ആരെങ്കിലും കണ്ട തെറ്റിദ്ധരിക്കില്ല. പ്ലീസ്, ഞാൻ പറയുന്നത് കേക്ക്. അച്ചായ വിടാൻ, സുസി. അച്ചായ വിടാനാ പറഞ്ഞത്. ആരും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറയുന്നൊന്ന് കേട്ട്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. വിട്ടില്ലേ? നിങ്ങൾ എന്റെ പപ്പയാണോ? നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്റെ കൈ കൊണ്ടായിരിക്കും തന്റെ മരണം. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലെ ആകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖെയ്നി, ഗുഡ്ക, പുകയില, ജർദ, പാൻ മസാല, അവ ഞങ്ങളുടെ ജീവിതം താറുമാറാക്കും. റോസലിൻ, മോളെ, കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ലോറയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ലോറയ്ക്ക് വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ മോളെ? ഇല്ല അങ്കിളെ. ബെൻസി, നീ മോടോടെ കാണണം. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. അമ്മമ്മ, ഞാൻ അങ്ങോട്ട് ഇറങ്ങുക. റോസ്ലിൻ, എന്തിനാ സങ്കടപ്പെടുന്നത്? വന്നെന്തെങ്കിലും കഴിക്കേ? ഞാൻ എന്തെങ്കിലും എടുക്കട്ടെ? ബി കൂൾ.
അതെ, ഞാൻ ചെന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ടാ ഇപ്പൊ തന്നെ ചെല്ലാൻ പറഞ്ഞത്. ചെന്നാട്ടെ ചെന്നാട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കേ. വേണ്ടച്ചോ, ഞങ്ങൾ ഇവിടെ നിന്നോളാം. ഇരിക്കേ. പറഞ്ഞാട്ടെ. 2-3 ദിവസമായിട്ട് ലോറൻസ് മിസ്സിങ്. അറിയാവുന്നിടത്തൊക്കെ തിരക്കി, യാതൊരു വിവരവുമില്ല. ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്. ലോറൻസ് നേരത്തെ പറയാതെ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ? ഇടയ്ക്ക് പ്രോഗ്രാമിനൊക്കെ പോകാറുണ്ടായിരുന്നു. അത് പക്ഷെ പിന്നീട് വിളിച്ച് പറയാറുണ്ട്. മാറി നിൽക്കാൻ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ? പ്രാക്ടീസ് ഒക്കെ എങ്ങനെയുണ്ട്? ഇപ്രാവശ്യവും പഴയതുപോലെ കുളമാക്കൂ? ഇല്ല അച്ചോ, ഇവർ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഗ്യാരണ്ടി. അച്ഛൻ ഇരിക്കി. അപ്പൊ പിന്നെ സമയം കളയണ്ട. ഒരു ഫൈനൽ റിഹേഴ്സലിന് റെഡിയല്ലേ? ഓ, എപ്പോഴേ റെഡി. നമുക്ക് തുടങ്ങിയാലോ സിസ്റ്ററെ? ഓ, തുടങ്ങാം. ഇരിക്കാം അച്ഛൻ.
മെർലിൻ, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നിന്നെ കാണാൻ പറ്റത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. മെർലിൻ, ഇത് വെച്ചോ. ഇതുണ്ടെങ്കിൽ നമുക്ക് എന്നും കാണാനും സംസാരിക്കാനൊക്കെ കഴിയും. ഒറ്റ കാര്യം, മറ്റാരും ഇത് അറിയരുത്. പ്ലീസ് വാങ്ങിക്കൂ മെർലിൻ, വാങ്ങിക്കടോ. ആ അല്ല, മെർലിനെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട വിവേക്, എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ വരും. എനിക്ക് HMന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ശരി, എന്നാൽ ഞാൻ വിളിച്ചോളാം. എന്താടി താമസിച്ചേ? അത് ഞാൻ കുരിശടിയിലൊന്ന് പ്രാർത്ഥിക്കാൻ കയറിയായിരുന്നു. ഞങ്ങൾ കോളേജിൽ പോകാനുള്ളതാ. എന്നാ നിങ്ങൾ പൊയ്ക്കോ, കുഴപ്പമില്ല. ഞാൻ HMനെ കണ്ടിട്ട് പോയിക്കോളാം. ഏതായാലും ഇത്ര ആയില്ലേ, നമുക്ക് ഒരുമിച്ച് പോവാം. വാ. അതിപ്പോൾ എന്തോ പറയാനാ ശ്രീമാറി, ഇപ്പോഴത്തെ പിള്ളേരെ ഓരോ കാര്യങ്ങളെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ശരിയാക്കാം, ചെയ്യാം. ശരി 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 ശരി. എന്താ ശ്രീമാറെ? സാർ, ഒരു മാൻ മിസ്സിംഗ് കേസാ. ഒരു പരാതി നൽകാൻ വന്നതാ. മാൻ മിസ്സിംഗ് ഇഷ്യൂ. ഇവരാണല്ലേ VIP-കൾ? ഇന്ന് ഈ പറഞ്ഞ ദിവസം ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ പരാതി കൈപ്പറ്റാൻ പോകുന്നേ ഉള്ളൂ. അതിനു മുമ്പ് മേളിന്ന് വിളി വന്നല്ലോ. ഇടവകയിലെ സീനിയർ അച്ഛൻ, രൂപതയിലെ ബിഷപ്പ് തിരുമേനി, ഇവരെ കൊണ്ടൊക്കെ വിളിച്ചു പറയിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല, ഈ തിരുമേനിമാരെന്താ പോലീസ് അക്കാഡമി പഠിച്ചിറങ്ങിയവരാണോ? ഇരിക്കെ. നിങ്ങൾ ഈ പറയുന്ന പരാതി എൻ്റെ കൈ കിട്ടണം. പിന്നെ അത് വായിച്ച് മനസ്സിലാക്കണം. കേസിൻ്റെ ഘടനയും സ്വഭാവവും പഠിക്കണം. പല രീതിയിലുള്ള അന്വേഷണവും ആവശ്യമുണ്ട്. മനസ്സിലായോ? ഓക്കെ, ലെറ്റ്സ് കം ടു ദ പോയിന്റ്. ഈ മിസ്സായ ആളുടെ ആരാന്നാ പറഞ്ഞേ? അങ്കിളാ. ഓ, അമ്മാവനാണല്ലേ. ഈ ലോറൻസ് എങ്ങനെയുള്ള ആളാ? ആളല്പം സൈക്കോപാത്താണല്ലേ? അങ്ങനൊന്നുമില്ല സാർ. അത് നിങ്ങൾ പറഞ്ഞാൽ മതിയോ? കക്ഷി നല്ല വെള്ളത്തിന്റെ ആളാണല്ലേ? എപ്പോഴേ പിടിച്ച് അകത്തിടേണ്ട കേസാണെന്നറിയോ? ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ആള് മിസ്സായ സ്ഥിതിക്ക് കണ്ടെത്തിയല്ലേ പറ്റൂ. അതിനു മുമ്പ് ആരെങ്കിലും തല്ലിക്കൊന്ന് ചവിട്ടി താഴ്ത്തിയാ പറയാനും പറ്റില്ല. കുറച്ചുകൂടെ കരുണ കാണിക്കണം സാർ. ഓ, റൈറ്ററെ കാണിച്ച് കൗണ്ടർ റെസിപ്റ്റ് കൊടുത്തരാം സാർ. ആൽക്കഹോളിക് അനോണിമസ് ആയ ഒരാളാണ് മിസ്സായിരിക്കുന്നത്. കിട്ടിയാലേ കിട്ടിയെന്ന് പറയാൻ പറ്റും. അതിപ്പോ ഞങ്ങളുടെ കുറ്റമല്ലല്ലോ സാർ. പിന്നെ ഞങ്ങൾ പോലീസുകാരുടെ കുറ്റമാണോ? പഠിച്ചതും വളർന്നതും ഇപ്പോൾ ജീവിച്ചതുമായ എല്ലാം കൂടി ചേർത്ത് വായിച്ചാലേ അത് പറയാൻ പറ്റും. വിളിക്കുമ്പോൾ ബന്ധപ്പെട്ട എല്ലാവരും വരേണ്ടി വരും. എന്തെങ്കിലും സംശയമുള്ള സാഹചര്യങ്ങളോ വ്യക്തികളോ ഉണ്ടെങ്കിൽ അതും പറഞ്ഞു തരേണ്ടി വരും. എന്നാ ചെന്നാട്ടെ. ശരി സർ. വിക്രമൻ നേതാവല്ലേ? നമസ്കാരം. നമസ്കാരം. എന്താ ജയ്സപ്പേട്ട ഇവിടെ? ലോറിയുടെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് SIയെ കണ്ടൊരു പരാതി കൊടുക്കും. ഓഹോ. പക്ഷെ SIയുടെ പെരുമാറ്റം വെച്ച് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അത്രയ്ക്ക് മുരടനായി. എന്ത് മുരടൻ? കളിയൊക്കെ അങ്ങേരുടെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. കളിക്കാൻ വന്നാലേ കളി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. എന്തെങ്കിലുമൊക്കെ സഹായം വേണമെങ്കിൽ പറയാൻ പഠിക്കണ്ട കേട്ടോ. നമ്മളൊക്കെ ഇവിടെ ഉണ്ടേ. യവനെ ഒന്നും പേടിക്കേണ്ട ഒരു കാര്യവും നമുക്കില്ല. നേതാവിന്റെ ആവശ്യം ഉറപ്പായിട്ട് ഞങ്ങൾക്ക് വേണ്ടി വരും. തീർച്ചയായിട്ടും ഉണ്ടാവും. വിളിക്കാം. കാണാം. കേസിന്റെ കാര്യമൊക്കെ ഞാൻ ഏറ്റു സാർ. ASI നന്ദകുമാറാ പറയുന്നേ. ഉണ്ട്. കേസ് നമ്പർ 94/48. സാറേ, ഒരു അർജന്റ് കാര്യം, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. എന്റെ നേതാവെ വന്ന കാലിൽ നിൽക്കാതെ ഇരിക്കേ. സാറേ, നിങ്ങൾ എന്നെ അങ്ങനെ ഇരുത്താനൊന്നും നോക്കണ്ട. കുറച്ച് നാളായിട്ട് നിങ്ങൾ എന്നെ ഇരുത്തിക്കൊണ്ടിരിക്കുവാണല്ലോ. അല്ല, ഇപ്പോഴത്തെ സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്കറിയാലോ. നേതാവിനോടത് ഞാൻ പ്രത്യേകം പറയണോ? നിന്ന് തിരിയാൻ സമയമില്ലാത്ത അത്രയും ഇഷ്യൂസാ ഇവിടെ. അപ്പൊ ഇത്രയും ദിവസമായിട്ട് നിങ്ങൾക്ക് അത് ശരിയാക്കാൻ മനസ്സുണ്ടായില്ല. എന്നിട്ട് അതിന്റെ കൂടെ ഒരു ന്യായീകരണവും. നേതാവേ, കുറച്ച് ദിവസം കൂടെ ക്ഷമിക്കേ. അപ്പോഴേക്കും ഞങ്ങളത് ശരിയാക്കി തരാം. പോയിട്ട് അടുത്ത ആഴ്ച വാ. അടുത്ത ആഴ്ച ഞാൻ വരും. അപ്പോ ഇതുപോലെ ആയിരിക്കില്ല സാർ. നേതാവ് ചെല്ല്.
ഹായ് മോളു. ഹായ് അങ്കിൾ. വരൂ മോളെ, അമ്മയെ വിളിക്കേ. ആ മമ്മി. വരൂ. ലോറൻസിനെ കുറിച്ച് ഇതുവരെ ഒന്നും അറിയാൻ കഴിഞ്ഞില്ല അല്ലേ? ഇല്ല, പോലീസിൽ ഞാനും ജേസപ്പനങ്ങളും പരാതി കൊടുത്തിട്ടുണ്ട്. ഞാനും എൻ്റെതായ രീതിയിൽ ഒരു ശ്രമം നടത്തുന്നുണ്ട്. ആ ഇൻസ്പെക്ടറുടെ രീതി കണ്ടിട്ട് എനിക്കത്ര പ്രതീക്ഷയൊന്നും തോന്നുന്നില്ല. ഏയ്, ബി പോസിറ്റീവ്. ലോറൻസ് സുരക്ഷിതമായി എവിടെ ഉണ്ടെന്ന എന്റെ മനസ്സ് പറയുന്നു. നമസ്കാരം. നമസ്കാരം. മമ്മ, ഇതാ ഞാൻ പറയാറുള്ള ദിനനാഥൻ. മോന്റെ കാര്യം എപ്പോഴും റോസിനും പറയാറുണ്ട്. മമ്മ വിഷമിക്കണ്ട കേട്ടോ, ലോറൻസിന് ഒന്നും സംഭവിക്കില്ല. പിന്നെ നമ്മളെയൊക്കെ ഫേസ് ചെയ്യാൻ മടിയുള്ളതുകൊണ്ട് തൽക്കാലം പുള്ളി എവിടെയോ ഒന്ന് മാറിയുന്നതാ. ഓ ജീസസ്. മോനിരിക്കെ, ഞാൻ കാപ്പി എടുക്കാം. ഓ, വിഷമിക്കട്ടെ റോസലി, ഒരു കുഴപ്പം എവിടെയും സംഭവിക്കില്ല. എൻ്റെ ഫ്രണ്ട് വിനോദ് അവർ ഈ കേസ് ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ സൈബർ സെല്ലുമായി ബന്ധപ്പെട്ട് നല്ല ഡെവലപ്മെന്റ്സ് ഉണ്ടെന്നാ വിനോദ് പറയുന്നത്. റോസലി, ആ കണ്ണു തുടച്ചേ, മമ്മ കാണും. എന്താ റോസലി ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ? കണ്ണു തുടച്ചേ, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ? എല്ലാം ശരിയാവും. കൂൾ ഡൗൺ, കൂൾ ഡൗൺ. ഹലോ, പറയടാ. എന്താടി, 2 ദിവസമായിട്ട് കാണാനില്ലല്ലോ? എടാ, മമ്മി പറഞ്ഞു 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന്. എനിക്ക് നിന്നെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം, കാണാതിരിക്കാൻ പറ്റുന്നില്ല. വേണ്ടടാ, ഒരു മൂടില്ല. മമ്മിയാണെങ്കിൽ തൊട്ടപ്പുറത്തെ റൂമിലുണ്ട്. എന്നാ നീ എനിക്കൊരു സെൽഫി എടുത്ത് അയച്ചു തരുമോ? അത് വേണോടാ? ആ വേണം 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 വേണം, പ്ലീസ് ഡാ, പ്ലീസ് ഒന്നയക്കേ. ഹലോ, ഇത് ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഫോട്ടോ അല്ലേ? ഇതല്ല ഞാൻ പറഞ്ഞത്. അത് ഇതൊക്കെയാണ് എന്നെ എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? നീ ഒന്ന് ആലോചിക്കേ. നല്ലൊരു ഫോട്ടോ ആക്കി പ്ലീസ്, നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം വേണ്ടേ? അതൊന്നും വേണ്ടടാ പ്ലീസ് മുത്തേ, ഒറ്റ പ്രാവശ്യം ഒന്നയക്കേ. വേണ്ട വേണ്ട, ഞാൻ കണ്ടിട്ട് ഉടനെ ഡിലീറ്റ് ചെയ്തോളാം. അത് വേണോ? വേണം വേണം പ്ലീസ്, എന്റെ ചക്കരയല്ലേ, പ്ലീസ് ഒറ്റ പ്രാവശ്യം മതി. എടാ, നീ ഇങ്ങനെ കളിക്കല്ലേ? ഇല്ല, നീ എന്നെ ചതിക്കില്ലല്ലോ? ഇല്ല, ഒരിക്കലും ഇല്ല, പ്രോമിസ്. എടാ, കണ്ടിട്ട് എന്നെ ഉറപ്പായിട്ടും ഡിലീറ്റ് ചെയ്തോളാം. സത്യം, നീ അയക്കേ, ഒന്ന് അയക്കടേ പ്ലീസ്.
സെലക്ഷൻ. സോ വെരി ക്യൂട്ട് ആൻഡ് ഹോട്ട്. നീ ഏതായാലും നല്ല വിലപിടിപ്പുള്ള ഫോണൊക്കെ വാങ്ങി കൊടുക്കുന്നതല്ലേ? ഇത്രേ ഉള്ളൂ, കുറച്ചുകൂടെ കളർഫുൾ ആക്കായിരുന്നു. ഏതായാലും നീ ഒന്ന് സെൻഡ് ചെയ്യ്. ആ അത് വേണ്ട, തൽക്കാലം അത് എൻ്റെ ഇരിക്കട്ടെ. എന്തിനാടോ ഫോട്ടോ ദിനേശേ, താമസിക്കാൻ നേരിട്ട് കാണാം പോരെ? ഓക്കെടാ, മതി. അത് മതി. പക്ഷെ ഒരു കാര്യം, ഫസ്റ്റ് ഞാൻ. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, എടുത്തോ. എടാ ബ്രേക്ക് ടൈം ആയതുകൊണ്ടാ ഞാൻ ഈ സമയത്ത് എന്നോട് വരാൻ പറഞ്ഞത്. ലോറിയുടെ തിരോധാനം നാട്ടിലൊക്കെ ഇഷ്യൂ ആയിരിക്കേ. നീ പറഞ്ഞെന്തായി, വല്ലതും നടക്കോ? അധികം വൈകാതെ ഇതിന്റെ പോസിറ്റീവായ റിസൾട്ട് ഞാൻ തന്നെ നിന്നെ അറിയിക്കും. നാട്ടുകാരൊക്കെ എന്തു പറഞ്ഞു, സത്യാവസ്ഥ നമുക്കറിയാം. എന്നാ നീ ചെല്ല്, ഞാൻ വിളിക്കാം. ശരിടാ. ഓക്കെ ഓക്കെ. അവനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ അവനെ. അവൻ ഇതുവരെ പറ്റിച്ചിട്ടൊന്നുമില്ലല്ലോ. നമുക്ക് വെയിറ്റ് ചെയ്യാം. അവൻ ഔട്ട് ഓഫ് കറേജാ. അതുമല്ല, നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കടാ. ഞാൻ ഒരെണ്ണം വലിക്കട്ടെ. മോളെ ഫോണിങ് തന്നെ. ആ ഫോണിങ് താ മോളെ. തരാനല്ലേ പറഞ്ഞു. മോള് കാർ കയറി, ഞാൻ വീട്ടിൽ കൊണ്ടുപോയി. മോള് കാർ കയറി ചെല്ലേ. അതെ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ കാര്യം?
ഏയ് പേടിക്കൊന്നും വേണ്ട. ഞാൻ അവളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. മെർലിനെ അവനെ ഉപദ്രവിക്കോ മറ്റോ? അതുണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടതൊക്കെ ഞാൻ ചെയ്യും. മനസ്സിലായല്ലോ? പിന്നെ ഇനിയിപ്പോൾ അധികം മോളെ ചോദ്യം ചെയ്യൊന്നും വേണ്ട. ചെല്ല് റോസലിൻ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ വിനോദ്. എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ പോകുന്നു സർ. ആ ഇരിക്കെ. താങ്ക് യു സർ. സർ, ഇതെന്റെ ഫ്രണ്ട് ദിനനാഥൻ. നമസ്കാരം. സാറിന് അറിയാവുന്ന ഒരു കാര്യമാണ് ഗിറ്റാറിസ്റ്റ് ലോറൻസിന്റെ മിസ്സിംഗ് കേസ്. അവരുടെ ഒരു ഫാമിലി ഫ്രണ്ട് കൂടിയാണ് ഇദ്ദേഹം. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ വന്നത് വേറൊരു കാര്യവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനാണ്. ഒരു മീഡിയ പേഴ്സൺ എന്ന നിലയിൽ എൻ്റെ ചെറിയൊരു ഒബ്സർവേഷന്റെ ഭാഗമായുള്ള കാര്യമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കുരുക്കിൽപ്പെടുത്തി ദുരുപയോഗം ചെയ്യുന്ന ഒരു വലിയ റാക്കറ്റ് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. മാനഹാനി ഭയന്നും ഭാവി ജീവിതം ആലോചിച്ചും പെൺകുട്ടികൾ ഇത്തരം ചൂഷണങ്ങൾ പുറത്തു പറയാറില്ല. ഇതിനെതിരെ ക്രിയാത്മകമായി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കോയിൻസിഡന്റുമായിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. സർ, ഈ ഗിറ്റാറിസ്റ്റ് ലോറൻസിന്റെ കുടുംബവുമായി ഞാൻ നല്ല സൗഹൃദത്തിലാണ്. അദ്ദേഹത്തിന്റെ മകൾ മെർലിനെ ഒരു മകളെ പോലെയാണ് ഞാൻ കരുതുന്നത്. ഇക്കഴിഞ്ഞ ദിവസം വിവേക് എന്നൊരു പയ്യൻ ആ പെൺകുട്ടിക്ക് ഒരു മൊബൈൽ ഫോണൊക്കെ നൽകി വശീകരിച്ച് ഈ പറഞ്ഞതുപോലെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിച്ചു. തക്ക സമയത്ത് ഞാൻ ഇടപെട്ടതുകൊണ്ട് ആ കുട്ടി രക്ഷപ്പെടുകയായിരുന്നു. ആ കുട്ടിയിൽ നിന്നും കണ്ടെടുത്ത മൊബൈൽ ഫോണായിരുന്നു. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ ക്രെഡിബിൾ ആണ്. ഈ സോഴ്സ് വെച്ചിട്ട് ഞങ്ങൾ അന്വേഷണം ആരംഭിക്കാം. പക്ഷേ ഞങ്ങളെപ്പോലുള്ള നിയമപാലകർ മാത്രം അലർട്ടായതുകൊണ്ട് തുടച്ചു നീക്കാൻ പറ്റുന്നൊരു വിഷയമല്ലിത്. കുട്ടികളെ ആവശ്യത്തിലധികം സൗകര്യങ്ങൾ നൽകി നടത്തുന്ന പാരൻസിന്റെ കരുതലും ശ്രദ്ധയും ഈ വിഷയത്തിൽ ഉണ്ടായേ പറ്റൂ. സാർ, ഈ വിവേക് എന്ന് പറഞ്ഞ പയ്യനെ മറ്റൊരു പെൺകുട്ടിയുമായി വളരെ മോശപ്പെട്ട സിറ്റുവേഷനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മിസ്റ്റർ ദിനൻ, ഇപ്പോൾ തന്നെ ഞാനത് കേസെടുത്ത് അന്വേഷിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാം. സാർ. വിനോദ്, നിങ്ങളുടെ മീഡിയ സപ്പോർട്ടും ദിനനാഥന്റെ സഹകരണവും ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതായിരിക്കും. ഷുവർ സർ. വി എക്സ്പെക്റ്റഡ് യുവർ സിൻസിയർ കോപ്പറേഷൻ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. മച്ചാനെ, ഞാൻ അവിടെ ഉണ്ടല്ലോ. കറക്റ്റ് സമയത്ത് എത്തിച്ചിരിക്കും ഞങ്ങളെ. അവന്മാരുടെ സ്ഥിരം താവളം. ആ മുടിയും താടി നീട്ടിയവനാ അവരുടെ ലീഡർ. എടാ സ്റ്റാൻലി, എന്താടാ ഒരു സൗണ്ട് കേൾക്കുന്നത്? നോക്കടാ.
ഉണ്ടായ സംഘടനത്തിൽ ചൈനീസ് സൈന്യമായ പീപ്പിൾ ലിബറേഷൻ ആർമി സ്ഥിരീകരിച്ച ചൈന ഇന്ത്യ ചൈന അതിർത്തിയിൽ കഴിഞ്ഞ ആഴ്ച നടത്തിയ സൈനിക തല ചർച്ചയിലാണ് ഇക്കാര്യം അറിയിച്ചതെന്ന് സൂചന. തിങ്കളാഴ്ച ലഫ്റ്റനന്റ് ജനറൽ തലത്തിലുള്ള യോഗം നടക്കുന്നതിനിടയിലാണ് വാർത്ത പുറത്തുവരുന്നത്. അതിർത്തിയിൽ ചൈനയുടെ ഭാഗത്തുള്ള മോൾഡോയിലെ മീറ്റിംഗ് പോയിന്റിലാണ് യോഗം നടക്കുന്നത്. തങ്കക്കൽ കൊലപാതക കേസിലെ മുഖ്യപ്രതിയെ 7 വർഷത്തിന് ശേഷം ദുബായിൽ നിന്നും പോലീസ് പിടികൂടി. പ്രതിയെ കുടുക്കിയത് പോലീസിന്റെ ജാഗ്രത മൂലം. നിർണായക വഴിത്തിരിവായത് വിദേശത്ത് നിന്നെത്തിയ ഫോൺ കോൾ. കേരളത്തിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ മോഹന വാഗ്ദാനങ്ങൾ നൽകി തങ്ങളുടെ വലയിൽ വീഴ്ത്തി പീഡിപ്പിക്കുന്ന സംഘം ഉടൻ പിടിയിലാകും. 22 വയസ്സ് പ്രായമുള്ള വിവേക് എന്ന യുവാവാണ് കേസിലെ മുഖ്യപ്രതി. കൂട്ടുപ്രതികളായ മറ്റ് 5 പേരെ പോലീസും സംഘവും അതിസാഹസികമായി പിടികൂടി. കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭ്യമായ സ്ഥിതിക്ക് അറസ്റ്റിന് വേണ്ട നടപടികൾ തുടങ്ങിയെന്ന് പോലീസ് സൂപ്രണ്ട് ശ്രീ വേണുഗോപാൽ അറിയിച്ചു. പോക്സോ നിയമപ്രകാരം ഏറ്റവും കുറഞ്ഞത് 10 ലക്ഷം രൂപ പിഴയും 10 വർഷം കഠിന തടവും ലഭിക്കാവുന്ന കുറ്റമാണിത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര എയർപോർട്ടിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ സ്വർണ്ണവേട്ട. അതാവശ്യം തന്നെയാ. സഭാ തർക്കങ്ങൾ പരിഹരിക്കപ്പെടണം. എന്താ കാര്യം? പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചതിന് പോക്സോ നിയമപ്രകാരം കേസെടുത്തു. അന്വേഷണം നടത്തുന്നതിനിടയിൽ അച്ഛനും അമ്മയ്ക്കും ഏകമകനായ വിവേക് എന്ന യുവാവ് നഗരമധ്യത്തിലെ ഷോപ്പിംഗ് മാളിന്റെ 2ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. വിവേക് മോളെ ബെൻസി, പപ്പയുടെ ഫോണിഞ്ഞെടുത്ത്. പപ്പ റോസലിൻ ജയ്സപ്പനങ്ങളാ. ഞങ്ങൾക്ക് ഇല്ല ഇവിടെ, പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത്? നീ തെറ്റുകാരിയില്ലല്ലോ, പിന്നെ മോള് തന്നെ വിഷമിക്കുന്നത്. മോള് കരയാതിരിക്കുക. ഒരു വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് കരുതിയാ മതി. ഇവിടെ എല്ലാവർക്കും മോളെ നല്ലോണം അറിയാം. മോള് വിഷമിക്കാതെ ധൈര്യമായിട്ടിരിക്കട്ടോ, കരയാതെ. റോസ്ലിൻ, ദൈവം അനുഗ്രഹിച്ച് നമ്മുടെ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലല്ലോ, അങ്ങനെ സമാധാനിക്ക്. അതല്ല സൂസേച്ചി, ഇനി ഇതിനെ ചുറ്റിപ്പറ്റി വേറെന്തേലും പ്രശ്നം ഉണ്ടാവൂന്ന് എന്റെ പേടി. നീ പേടിക്കണ്ട, എന്റെ മനസ്സ് പറയുന്നു അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ലെന്ന്. ഞാൻ എന്തായാലും റെഡി ആവട്ടെ. പോലീസ് സ്റ്റേഷനിൽ ഇന്നാ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണ്ടേ. നീ ചെല്ല്, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, ധൈര്യമായിട്ട് പോയിട്ട് വാ. മോളെ എന്തിനാ കരയുന്നേ? രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കല്ലേ വേണ്ടത്? കരയാതെ കരയാതെ മോളെ. എന്നാ പിന്നെ അധികം വൈകാതെ നമുക്കൊന്ന് കാണേണ്ടി വരും. കാണാം. താൻ ഇവിടെ അധികം നാളിനി ഉണ്ടാവില്ല. വിക്രമന്റെ അടുത്താ കളി. സാർ, ആ ലോറൻസിന്റെ കേസുമായി ബന്ധപ്പെട്ട ആൾ വന്നിട്ടുണ്ട്. വിളിക്കട്ടെ? വിളിക്കേ. യെസ് സാർ. സാർ, ഞാൻ വിളിപ്പിച്ചതേ സംശയിക്കുന്നവരുടെ പട്ടികയിൽ നിങ്ങളുടെ പേരും പരാമർശിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം. അയ്യോ സർ, അത് വിരോധമുള്ള ആരെങ്കിലും പറഞ്ഞു വരുത്തുന്നതായിരിക്കും. അതങ്ങനെ നിങ്ങൾക്കറിയാം? സർ, ദിനനാഥൻ ഞങ്ങളുടെ നല്ല ഫാമിലി ഫ്രണ്ട്. മിസ്റ്റർ ദിനൻ, താങ്കൾ അവിവാഹിതനാണല്ലേ? അതെ സർ. മേ ഐ കം ഇൻ? യെസ്. നീ നേരത്തെ എത്തി. മിസ്റ്റർ വിനോദ്, ഈ കേസിൽ ചിലരുടെ മൊഴികളും സാഹചര്യ തെളിവുകളും ദിനനാഥിനെതിരാണ്. ആളുകൾക്കെന്നും പറയാലോ, ആരെയും സംശയിക്കാം. പക്ഷേ അതൊക്കെ സത്യമാണെന്നുണ്ടോ? സാർ അന്വേഷിക്കേ.
ഒരു മീഡിയ പേഴ്സൺ എന്ന നിലയ്ക്ക് ഞാനും ഈ കേസ് ഫോളോ ചെയ്യുന്നുണ്ട്. ഒട്ടും വൈകാതെ യഥാർത്ഥ സത്യം പുറത്തു വരും. ഐ ബിലീവ്, ഐ എം വെരി കോൺഫിഡൻറ്റ്. പിന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ഉട്ടോപ്പിനാവാതെ നോക്കണം സർ. ഇല്ലെങ്കിൽ ദിനനെ പോലെ നിരപരാധിയായ ഒരാളുടെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കും. ഞാനിതൊരു റിക്വസ്റ്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അന്നാ പയ്യൻ ആത്മഹത്യ ചെയ്ത കേസിലെ ബാക്കി പയ്യന്മാരൊക്കെ റിമാൻഡിലാണ്. ആ കേസിൽ എസ് പിക്ക് ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഡേറ്റാസ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഞങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസും വെച്ചാണ് ഞാൻ പറയുന്നത്. അല്ല വിനോദെ, അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. എന്നാലും ജനങ്ങളുടെ കണ്ണി പൊടിയിടാനേ ഞങ്ങൾ എന്തെങ്കിലും പ്രവർത്തിച്ചല്ലേ പറ്റൂ. എന്തായാലും മിസ്റ്റർ ദിനനും മിസ്സിസ് റോസ്ലിനും ഇപ്പോൾ പോയിക്കോട്ടെ. എന്തേലും ആവശ്യം വന്നാൽ വീണ്ടും വരേണ്ടി വരും. ഞങ്ങൾക്ക് ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റൂ. ഓ തീർച്ചയായും, ഒരു പ്രശ്നമില്ല സാർ. എപ്പോൾ വേണമെങ്കിലും ഇവരെ ഹാജരാക്കാം. ഓക്കെ, ഗുഡ്. ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷന് നല്ല ഡെവലപ്മെന്റ്സ് ഉണ്ട്. ഫൈനൽ സ്റ്റേജിൽ ഞാനത് പറയാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ശരി സാർ. ശരി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മോളെ, മമ്മയൊന്ന് ചോദിച്ചോട്ടെ. പുറത്തുള്ള ആൾക്കാര് ദിനനാഥനെയും മോളെയും കുറിച്ച് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അല്ല മമ്മ എന്തായി പറയുന്നേ? എന്റെ മമ്മി എനിക്കറിയാം. മമ്മി മമ്മി ധൈര്യമായിട്ടിരിക്കെ. സാർ, ലോറൻസിന്റെ വൈഫ് മീഡിയയിൽ വിനോദം വന്നിട്ടുണ്ട് സാറിനെ കാണാൻ. വരാൻ പറ സാർ. നമസ്കാരം സാർ. നമസ്കാരം സാർ. എന്തായാലും താൻ കാരണം ഞങ്ങളുടെ ജോലി ഭാരം കുറച്ച് കുറഞ്ഞു കിട്ടി. അല്ല വേണുഗോപാൽ സാറേ, അത് എന്റെയും കൂടി ഉത്തരവാദിത്തമല്ലേ? സാറ് പറഞ്ഞ സത്യമാ. വിനോദിന്റെ ഇടപെടല കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സ്പീഡപ്പ് ആയത്. ലോറൻസ് എവിടെയുണ്ടെന്ന് കൃത്യമായി ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കുമെന്ന വിശ്വാസം. സാർ, ആ സ്ഥിതിക്ക് ഞങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒഴിവാക്കി തരാൻ എസ് ഐ ജയചന്ദ്ര സാർ ഒന്ന് പറയണം. നന്ദൻ സർ, ഇവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് വിട്ടേക്ക്. ശരി സാർ. ശരി, ഓക്കെ വിനോദ്. താങ്ക് യു. താങ്ക് യു സാർ. ശരി. ചേച്ചി, ആന്റി മേലെ ഡ്രസ് ചെയ്തോണ്ടിരിക്കാം. ഇപ്പൊ വരും. ഈ ആഴ്ച തന്നെ ഹൈദരാബാദിലെ ജോലിക്ക് ജോയിൻ ചെയ്യണം. ടിക്കറ്റ് ഓൾറെഡി ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ ലോറ ചായനെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിപ്പോയി. എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കള്ളും കഞ്ചാവുക അവനെ ഈ നിലയിലാക്കിയത്. മോളെ എക്സാം എടുക്കാറായില്ലേ? ഇനിയെങ്കിലും റെഗുലറായിട്ട് ക്ലാസ്സിൽ പോകണം കേട്ടോ. ശരി ആന്റി. എന്റെ കാര്യം പോട്ടെ, സ്വന്തം മോടെ കാര്യമെങ്കിലും ഓർക്കായിരുന്നു. ചായ എടുക്കും മോളെ. വേണ്ട ആന്റി. റോസ്ലിൻ, ട്രെയിൻ വരാൻ ഇനി 1 മണിക്കൂർ കൂടിയേ ബാക്കിയുള്ളൂ. വഴിയിലെങ്ങാനും ബ്ലോക്കായ അതും പ്രശ്നമാണ്. ചേച്ചി ഇപ്പൊ റെഡിയല്ലേ? ആ, ഞാൻ റെഡിയാ. ഞങ്ങളോടി വരാം. ഓ വേണ്ട മോളെ, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തോളാം. ജെയ്സപ്പിനും ബെൻസിയും സ്റ്റേഷനിൽ വിട്ടോളും മോളെ. എത്തിയ ഉടനെ വിളിക്കണേ ആന്റി. ആന്റി എത്തിയാലുടനെ വിളിക്കാം. മോളെ വിഷമിക്കണ്ട, പപ്പ തിരിച്ചു വരും. ആന്റി പ്രാർത്ഥിക്കാം. മോള് നന്നായിട്ട് പഠിക്കണം. എല്ലാം ഞാൻ കാരണമല്ലേ. സോറി റോസ്ലിൻ. അങ്ങനൊന്നും പറയരുത് ചേച്ചി. സോറി. ചേച്ചി ഇറങ്ങാൻ നോക്ക്. മോളെ, ഡ്രസ് അടിപൊളിയായിട്ടുണ്ട്. ആണോ? അമ്മയുടെ Thank സെലക്ഷൻ you. ആണോ? ഇപ്പൊ കണ്ടാലേ അസലൊരു നായരുകുട്ടിയെ പോലെയുണ്ട്. അങ്കിളുടെ ഡ്രസ്സ് മോശമൊന്നല്ല.
ഇന്ന് എന്റെ സ്കൂളിലെ ആനുവൽ ഡേ ആയിരുന്നു. ഞാനാ ആങ്കർ അതുകൊണ്ടാ ഈ ഡ്രസ്. എന്നാ നമുക്കിത് ചെലവ് ചെയ്യണല്ലോ. നോക്ക് ഏത് ഐസ്ക്രീമാ വേണ്ടേ? ചോക്കോബാർ. ചേട്ടാ 3 ചോക്കോബാർ. അയ്യോ മോളെ എനിക്ക് വേണ്ട. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അങ്കിള് കഴിച്ചു പറ്റും. ഇതാ വാ മമ്മി. നീ നോക്കി മോൾ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് വരുന്നത്? അതെ അതെ. നല്ല ഭംഗിയുള്ള സ്ഥലം അല്ലേ? റോസ്ലി അല്ലേ? അതെ. ലോറൻസിന്റെ ഭാര്യയല്ലേ? എടോ തനിക്ക് നാണമില്ലടോ. എന്തേ? ലോറൻസ് മരിച്ചു പോയിട്ടൊന്നുമില്ല, വല്ലവനെ ഭാര്യയും കൊണ്ട് നടക്കാൻ വേണ്ടി. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? എടോ തന്നെ കണ്ട വലിയ മാനാണല്ലോ. ചേട്ടാ വന്നേ. സോറി. വല്ലവനെ ഭാര്യയും കൊണ്ട് നടക്കുന്നു. ഇങ്ങോട്ട് വന്നേ. തനിക്ക് അന്തസ്സായിട്ട് പെണ്ണ് കെട്ടി ജീവിച്ചൂടോ? വാന്ന്. നീ വിടേ. എടാ, ആ ബ്രോക്കർ സദാശിവനെ വീണ്ടും വിളിച്ചിരുന്നു, ചാത്തന്നൂക്കാരനെ. ആ ഞായറാഴ്ച നീ ഫ്രീ ആണെങ്കിൽ നമുക്ക് ആ പെണ്ണിനെ ഒന്ന് പോയി. എന്താ പറ്റിയത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മമ്മ എന്താ ഇവിടെ ഇങ്ങനെ ഒറ്റക്കിരിക്കുന്നേ? ഒന്നുമില്ല മോളെ. എന്നോട് പറയാൻ പറ്റില്ലെങ്കിൽ പറയണ്ട. മമ്മി കുറച്ചു നേരം തനിച്ച് ഇവിടെ ഇരുന്നോട്ടെ. മോള് ചെല്ല്. പോയി പഠിക്ക്. ഇടയ്ക്കിടയ്ക്ക് കല്യാണക്കാര്യം പറഞ്ഞ് വിഷമിപ്പിക്കുന്ന തെറ്റാണെന്നറിയാം. കാര്യങ്ങൾ അറിഞ്ഞ് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉള്ള ശേഷി എൻ്റെ മോനുണ്ടെന്ന് ഈ അമ്മയ്ക്ക് നന്നായി അറിയാം. മോനെ, എന്നും വെച്ച് വിളമ്പി തരാൻ ഞങ്ങൾ ഉണ്ടായെന്ന് വരില്ല. ഞങ്ങളുടെ കാലശേഷം മോൻ തനിച്ചാകരുത്. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ലല്ലോ ലോകം. നമ്മളെത്ര ആത്മാർത്ഥത കാണിച്ചാലും അത് തിരിച്ചു കിട്ടണമെന്നില്ല. അമ്മൂട്ടമ്മ ഇവിടെ ഇരിക്കേ. ഇനി ഞാൻ എൻ്റെ അമ്മമാരെ വിഷമിപ്പിക്കില്ല. അമ്മയൊരു പാട്ട് പാട്. ആ പാട്. നീയും കൂടെ പാടും. ഞാൻ പാടാം. അമ്മൂട്ടമ്മ പാടില്ലേ? എന്നാ നമുക്ക് 3 പേർ കൂടെ പാടാം. ആലായൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം, കുളിപ്പാരായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളിച്ചു ചെന്നാകം കുളവാൻ ചന്ദനം വേണം. ആലായൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം.
നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് വെറുതെ വിഷമിക്കണ്ട. നീ വാ, നാളേക്കായി ചിന്തിക്കാം. വാ. Sorry, Mama. Rosalind. Lauren Jaya. I'm sorry. Rosalind. I'm sorry, Rosalind. റോസ്ലേച്ചി, അച്ഛനെയും കൊണ്ട് മുകളിലേക്ക് പോക്കോ. ലോറച്ചായ മുകളിലേക്ക് ചെല്ലും. ചെല്ലു ലോറച്ച. വാ മോളെ. നല്ല പരിപാടിയാണ് കാണിച്ച്. ഞാനിത് അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. നിങ്ങൾ എത്ര പ്രാവശ്യം ഞാൻ ഇതുവരെ നിങ്ങൾക്ക് വല്ല കുറ്റം പറഞ്ഞിട്ടോ? നമുക്കൊരു അത്യാവശ്യം ബിസിനസ് വരുന്ന സമയത്ത് അതെ, മാഷിനൊന്നും തോന്നരുത്. ക്യാൻറ്റീനിൽ സാധനങ്ങൾ വേണ്ടേ? ആര് പറഞ്ഞു? എന്റെ മാഷ, അത് മോശമാണ് കേട്ടോ. ആകെപ്പാടെ ബിസിനസ് ഉള്ള സമയത്ത് നിങ്ങൾ പാര് തരില്ല എന്ന് പറഞ്ഞാൽ ജെപി, അളിയ നല്ല പണിയാ കാണിച്ചേ. എടാ അത് പിന്നെ ഇന്നലെ കാണാൻ പറഞ്ഞ് പറ്റിച്ചല്ലേ? ഫോൺ വിളിച്ചിട്ട് എടുത്തതുമില്ല. അത് മാഷേ ജെപിയുടെ കുഴപ്പമല്ല. ഫോൺ ഞാനാ എടുത്ത് മാറ്റിയത്. അടുത്തിടെയായിട്ട് നിങ്ങളുടെ കമ്പനി കുറച്ച് കൂടുന്നുണ്ട്. നിങ്ങളുടെ ഒന്നും കുടുംബത്തെ ഒരു പ്രശ്നവും കാണില്ല. അതുകൊണ്ട് പറയാ, ഇനി കമ്പനിക്കൊന്നും ജെപിയെ പ്രതീക്ഷിക്കണ്ട. അയ്യോ ഇല്ല, ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നീ ചെല്ലോ, ഞാൻ വിളിച്ചോളാം. എന്താ സിതാര, ഇത് വളരെ മോശമായി പോയി. അവനെന്ത് വിചാരിച്ചാണ്? ബാ നീ ബാ. ജെപി. ആ ലോറൻസ്. ജെപി, നീ എവിടെ ആയിരുന്നു ഇത്രയും കാലം? നീ എന്താടാ ഇവിടെ? ഇതാര് ലോറൻസോ? എവിടായിരുന്നു മാഷെ ഇത്രയും കാലം? അതൊക്കെ പറയാം. എന്താടാ ഇത്? എന്ത് കോലവാ? അത് പിന്നെ നമുക്ക് കുറച്ച് മാറി നിന്ന് സംസാരിക്കാം. ലോറൻസ്, നിനക്കറിയാലോ, എല്ലാ സൗഭാഗ്യങ്ങളും ഈശ്വരൻ തന്നതാ. പക്ഷേ അതിനൊന്നും അധികം ആയുസ്സുണ്ടായില്ല. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാത്തിനും കാരണം ഞാൻ തന്നെ. വിളക്ക് കത്തിക്കുന്ന നേരത്തെങ്കിലും ഒന്ന് കുടിക്കാതിരുന്നൂടെ? നീ വിളക്ക് കത്തിച്ചോടി. ഞാൻ കുടിക്കുന്നത് നീ വിളക്ക് കത്തിക്കുന്ന തമ്മിൽ എന്താ ബന്ധം?
കത്തിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു നിന്റെ അടുത്ത്. നശിക്കാനുള്ള നശിച്ചേ തീരൂ. ഒന്ന് നിന്നേ അവിടെ. എന്താ മോളെവിടെ? കുടിച്ചു കുടിച്ച് നിങ്ങളുടെ ബോധം ഓർമ്മയൊക്കെ പോയ മനുഷ്യ. ഇന്നലെ നിങ്ങളെ മോള് തന്നെയല്ലേ പറഞ്ഞത് സ്റ്റഡി ടൂറിനൊക്കെ പോകുന്ന കാര്യം? എന്താ? ആരോട് പറഞ്ഞടി? വന്ന് എന്ത് തോന്നിയോസം കാണിക്കുന്നോ? മടുത്തു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോക്കണം. എവിടെ നിന്റെ വീട് കുറെ നാളായിട്ട് കേൾക്കുന്നേ. നിന്റെ ചത്തുപോയ തന്ത ഉണ്ടാക്കി തരുമോ? ചെല്ലടി അവിടെ, ചെല്ലടി. എവിടെങ്കിലും പോയി ചാവ്. അന്ന് മദ്യപിച്ചിലൊക്കെ കേട്ട് വണ്ടിയുമായി പോയപ്പോൾ ഉണ്ടായ ആക്സിഡൻ്റാ എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം. എല്ലാം ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടും ഇപ്പോഴും ദൈവം എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഈ ക്യാൻറ്റീൻ വാടകയ്ക്ക് എടുത്ത് നടത്തുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. അല്ല, നിൻ്റെ കാര്യം ഞാൻ ചോദിക്കായിരുന്നത് എല്ലാം അറിയാവുന്നതുകൊണ്ടാണ്. കഴിഞ്ഞതല്ല ഞാൻ മറക്കാൻ ശ്രമിക്കാടാ. റോസലിൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് എനിക്ക് തിരിച്ചു വരാൻ സാധിച്ചത്. ആ, ഞങ്ങൾക്ക് അലക്സാണ്ടർ അച്ഛൻ ഒന്ന് കാണണം. ഓക്കേടാ, കാണാം. ആമേൻ. 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 ദൈവത്തിന്റെ നിയമം അങ്ങനാ. നന്മയ്ക്കായിട്ടാണ് അവിടുന്ന് സകലതും ചേർത്ത് വെച്ചിരിക്കുന്നത്. അത് നന്മയായിട്ടേ വരത്തുള്ളൂ. തിരുവഴുത്തിൽ ഉപമകളിലൂടെ നമുക്ക് വേണ്ടതെല്ലാം അവിടുന്ന് സംസാരിച്ചിട്ടുണ്ട്. ധൂർത്തപുത്രൻ എല്ലാം നഷ്ടമാക്കി ഒന്നുമില്ലാത്തവനായി അവന്റെ അപ്പന്റെ അരികിലേക്ക് തിരിച്ചു വന്നപ്പോ അപ്പൻ എന്താ അവനോട് ചെയ്തത്? എല്ലാവരെയും വിളിച്ചുകൂട്ടി ആഘോഷപൂർവം അവന് വിരുന്നൊരുക്കി സ്വീകരിച്ചു. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടുമ്പോഴുള്ളതിനേക്കാൾ ആഹ്ലാദം വേറൊന്നുമില്ല. ലോറൻസ്, ഇനി നീ തിരിഞ്ഞു നോക്കരുത്. മുന്നേറാനുള്ളതാണ് തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്ന ഈ ജീവിതം. വിശ്വാസം എല്ലാം സാധ്യമാക്കുന്നു. പ്രത്യാശ എല്ലാം പ്രവർത്തിപ്പിക്കുന്നു. സ്നേഹം എല്ലാം എളുപ്പമാക്കുന്നു. എന്നാൽ ഇതിലേറ്റവും വലുത് സ്നേഹം എന്ന് വചനം പ്രത്യേകം പറയുന്നു. സ്നേഹത്തിൽ നിലകൊള്ളുന്നവൻ സ്നേഹത്താൽ എല്ലാം നേടുന്നു. ലോറൻസേ, എല്ലാ അർത്ഥത്തിലും നീ നഷ്ടപ്പെട്ടവനായിരുന്നു. ഇന്ന് നിന്നെ ഞങ്ങൾക്ക് തിരികെ ലഭിച്ചു. ദൈവത്തിന് മഹത്വം. നീ ഇവരെയും കൂട്ടിപ്പോയി സ്വന്തം കുടുംബം ഒരു സ്വർഗമാക്കി മാറ്റ്. ദൈവത്തിന്റെ ആശീർവാദം എപ്പോഴും ഉണ്ടാവും. ശരി അച്ഛൻ. ശരി അച്ഛൻ. പപ്പേനെ പറ്റിക്കില്ലല്ലോ. പപ്പ ഏറ്റുന്നേ. മമ്മ, ഞങ്ങളൊന്ന് പുറത്തു പോവാ. ആയിക്കോട്ടെ. മമ്മ കൂടി വരുന്നുണ്ടോ? ഇല്ല മോനെ, മോൻ പോയിട്ട് വാ. ഓ ശരി. മാമോളെ. മമ്മ, ഞങ്ങൾ തിരിച്ചു വരുമ്പോ മമ്മയുടെ ഫേവറേറ്റ് ക്യാരറ്റ് ഹൽവ കൊണ്ടുവരാം. മമ്മ, ഞങ്ങൾ പോയിട്ട് വരാം. പോയിട്ട് വാ. ചുന്നരി കുട്ടി. പോയിട്ട് വാ. ടാറ്റാ. ഓ ജീസസ്. ഹലോ. ലോറൻസ്. ആ, മിസ്റ്റർ ദിനൻ. എന്തൊക്കെയുണ്ട്? താങ്കളുടെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞ തന്നെ മഹാഭാഗ്യം. ഇപ്പൊ എവിടെ ഉണ്ട്? പപ്പ, എന്തോ? അങ്കിളിനോട് പറ നമുക്കേ മലമുകളിൽ വെച്ച് കാണാന്ന്. അതെ ദിനൻ, ഒരു കാര്യം ചെയ്യ്. നമുക്ക് വൈകുന്നേരം 5 മണിക്ക് മലമുകളിൽ വെച്ച് കാണാം. ഓക്കെ ഓക്കെ ബൈ.
ഹായ് മോളു, Hi, uncle. എന്തൊക്കെയുണ്ട്? അറിയോ ഫൈൻ, സുഖം. ഹാപ്പി അല്ലേ? ആ. ഇതാ മോക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്. Thank you, uncle. മമ്മ നല്ല സന്തോഷത്തിലാണല്ലോ. മോക്ക് ഹാപ്പി ആയില്ലേ? ശരി കേട്ടോ, പഠിക്കണം നന്നായിട്ട്. ഞാൻ മമ്മയും പപ്പയും കണ്ടിച്ചു. ഹായ് ദിനൻ, ഗ്ലാഡ് ടു മീറ്റ് യു ലോറൻസ്. ദിനനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. മോളും റോസലിനും പറഞ്ഞു. നേരിൽ കാണാൻ ഇപ്പോഴാ ഭാഗ്യം കിട്ടിയത്. സന്തോഷം. എനിക്കും. എന്നെ കുറിച്ച് അത്ര നല്ലതൊന്നും ആയിരിക്കില്ല കേട്ടിട്ടുണ്ടാവുക. ഏയ്, എനിക്ക് എല്ലാരെ കുറിച്ച് നല്ലത് കേൾക്കാനാക്കാം. എന്നും എപ്പോഴും നല്ലത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഗുഡ്. വിരോധമല്ലെങ്കിൽ നമുക്കൊരു ചായ കുടിച്ചാലോ? തീർച്ചയായും എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പിന്നീട് ഒരിക്കലാണ്. ഇപ്പൊ കുറച്ച് തൃപ്തിയുണ്ട്. ഏതായാലും ലോറൻസിനെ പരിചയപ്പെട്ടല്ലോ, ഇനി ഒരുപാട് സമയം. എന്നാ പിന്നെ നിർബന്ധിക്കുന്നില്ല, ഇനി ഒരിക്കലാവട്ടെ. ശരി. ഏയ് ദിനൻ, ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നടന്നാ മതിയോ? സോറി, ഞാൻ ആ വിഷയം കൊണ്ട് പറയാൻ നിൽക്കായിരുന്നു. നെക്സ്റ്റ് സൺഡേ എന്റെ വിവാഹ നിശ്ചയമാ. അപ്പൊ ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ മറക്കുമായിരുന്നു. ഏയ്, ഒരിക്കലുമില്ല. നിങ്ങളെങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. ദാ ഇപ്പോ നിങ്ങൾ എല്ലാവരെയും എന്റെ വിവാഹ നിശ്ചയത്തിന് ക്ഷണിച്ചിരിക്കുന്നു. ഓക്കെ ഓക്കെ, ശരി ശരി. മോളോ, അതെ, ഒരു സർപ്രൈസ് ന്യൂസ് ഉണ്ട്. എന്താ? അങ്കിളുടെ എൻഗേജ്മെന്റാ നെക്സ്റ്റ് സൺഡേ. പിന്നെ പപ്പയും അമ്മയും കൊണ്ട് മോള് വന്നേക്കണം. ഉറപ്പായിട്ടും വരും. ഷുവർ? പോട്ടെ. ശരിയാണ്.